ഗുഡ് മോർണിംഗ് ബിലവഡ്. ഞാൻ തിരിച്ചു വന്നു ശുശ്രൂഷകളിൽ നിന്നും. വളരെ നല്ലൊരു സമയമായിരുന്നു. ഞാൻ പഞ്ചാബിൽ ഒരു ശുശ്രൂഷയുടെ യാത്രയിലായിരുന്നു. ഞാൻ ഹിമാചൽ പ്രദേശിലും ഞങ്ങൾ ചണ്ഡീഗഡിലും ശുശ്രൂഷ ചെയ്തു. ചില സഭകൾ ഇങ്ങനെയായിരുന്നു മീറ്റിങ്ങുകൾ. അവിടെ മൈക്കിൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ പോയി വെള്ളം ഒഴിക്കുവാൻ വേണ്ടിയാണ് ഞാൻ പോയത്. എത്ര അത്ഭുതകരമായ കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ സമയം മുതൽ ഇപ്പോൾ വരെ ആ വിത്ത് വെള്ളം ചെന്നപ്പോൾ ആ വിത്ത് അത് കിളിർത്തിരിക്കുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ ചർച്ചിൻ്റെ ലീഡേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ വെളിപ്പാട് പുത്രത്വത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റേത് നമുക്കിപ്പോൾ അത് മനസ്സിലായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ കെടാത്ത ബീജത്തിൻ്റെ ശക്തി ആ ശരിയായ സമയത്ത് അതിൻ്റെ ഫലവും കൊണ്ടുവരുവാനിടയാകും. ഞാൻ ഏകദേശം 7 ദിവസം അവിടെ ആയിരുന്നു. 7 ദിവസത്തിൽ നമ്മൾ ഏകദേശം 10 മീറ്റിങ്ങുകൾ ഞങ്ങൾ വെച്ചു. ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. ചില മീറ്റിങ്ങുകൾ ഇങ്ങനെയായിരുന്നു, ഫാക്ടറികളിലാണ് നടന്നത്. ഒരു സ്ഥലത്ത് ഞങ്ങൾ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ മെഷീനുകൾ ഉണ്ടായിരുന്നു. അവിടെ അവർ വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കൂടും. സത്യത്തിൽ എത്ര ലളിതമാണ് ആ ഒരുമിച്ചുള്ള കൂട്ടം ആളുകളുടെ ഇടയിലുള്ളത്. ആ സത്യത്തെ ഗ്രഹിക്കുവാൻ വേണ്ടിയാണ് അവർ വരുന്നത്. പുത്രത്വത്തിൻ്റെ യാഥാർത്ഥ്യം അതും ഒരു ലളിതമായ കാര്യമാണ്. ഒരു പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിലുള്ള ബന്ധമാണ്. നമ്മുടെ വചനം ജീവനും ആത്മാവുമാണ്. അത് ഏത് ഉദ്ദേശത്തിന് വേണ്ടി അയക്കപ്പെടുന്നുവോ ആ ഉദ്ദേശം പൂർണ്ണമാകുവാനിടയാകും. ആദ്യം 1-2 മീറ്റിങ്ങുകളിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി ഹിന്ദിയിൽ പറയുവാൻ വേണ്ടി. എന്നോട് കൂടെ ഒരു വിവർത്തനം ചെയ്യുന്ന ആളുണ്ടായിരുന്നു. ഞാൻ ചിന്തിച്ചു, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്? ഇവരെ പറയാൻ ഞാൻ അതുകൊണ്ട് അനുവദിക്കുന്നില്ല. 3-4 മീറ്റിങ്ങിന് ശേഷം എനിക്ക് മനസ്സിലായി ആ ജീവൻ ഒഴുകുകയാണ്. അതിനുശേഷം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഹിന്ദിയുടെ വാക്കുകൾ പോലും എനിക്ക് പറയാൻ സാധിച്ചു. ഒരു മേഖലയിൽ നിന്ന് അവൻ വേറൊരു മേഖലയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. ഇത് നമ്മൾ എന്താണ് നിങ്ങൾ പറയുന്നു എന്നുള്ളതല്ല കാര്യം, ആരാണ് പറയുന്നു എന്നുള്ളതാണ് കാര്യം. ആ പുത്രനാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്നത്. അവസാനം എനിക്കറിയാമായിരുന്നു, ഞാൻ ഒരു ഉദ്ദേശത്തോടെയാണ് അവിടെ എത്തിയത്. ഞാൻ അവിടെ ചെന്നപ്പോൾ സഭ എന്നോട് കൂടെ പോയി. എന്തുകൊണ്ട്? നമ്മളെല്ലാവരും ഒരു ദേഹമാണ്. നമ്മൾ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഏത് സന്ദേശത്തോടെയാണ് നമ്മൾ തുടങ്ങിയത്? നിങ്ങളെല്ലാവരും എന്നോട് കൂടെ ഏറ്റുപറയുക, ബിലവഡ് സഭ ജീവിക്കുന്ന സഭയാണ്. നിങ്ങൾ ഏറ്റുപറയുക, എനിക്ക് വേണ്ടി ആ സത്യങ്ങൾ ഗ്രഹിക്കുന്നത് വളരെ ലളിതമാണ്. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ലളിതമായിരിക്കുന്നത് ഇന്നത്തെ സമയത്ത്? എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് അത് ആകാൻ ശ്രമിക്കുകയില്ല. എന്തുകൊണ്ടാണ്? നമ്മളതെല്ലാം പ്രാപിക്കുന്നത്, നമ്മുടെ ജനനം ആ അനുഗ്രഹത്തിലാണ് നടന്നിരിക്കുന്നത്. സാത്താൻ നമ്മളോട് പറയും, നിങ്ങളിത് പ്രാപിക്കുവാൻ വേണ്ടി അധ്വാനിക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാനും നിങ്ങളും എന്തെങ്കിലും ആകാൻ ശ്രമിക്കുകയല്ല. നമ്മൾ ജനനത്താൽ തന്നെ ആ സ്വഭാവത്തിലാണ്. അതുകൊണ്ട് ഷീതളിൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടത് അവൾക്ക് തിരിച്ച് ലഭിച്ചു. അത് അവളുടെ സ്വഭാവത്തിലുള്ളതായതുകൊണ്ട്. ഇപ്പോൾ അവൾ വിശ്രമത്തിലായിരിക്കുകയാണ്. എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ അവൾക്ക് അറിയുക പോലുമില്ല അത് നഷ്ടപ്പെട്ടുവെന്ന്. അത് തിരിച്ച് അവൾക്ക് ലഭിക്കുമ്പോൾ അവൾക്ക് മനസ്സിലാകുകയാണ്, എൻ്റെ ഇത് നഷ്ടപ്പെട്ടത് എനിക്ക് തിരിച്ച് ലഭിച്ചിരിക്കുന്നു. ഇതാണ് അർത്ഥം. ആ സ്വർഗീയ സ്വഭാവം എൻ്റെയും നിങ്ങളുടെ ഉള്ളിലുണ്ട്. നമ്മൾ തുടങ്ങിയത് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ നീതിയെക്കുറിച്ചുള്ള കാര്യത്തിലാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടു, നീതി നമ്മുടെ കർമ്മത്തിലൂടെ അല്ലാതെ. ഇന്ന് നമ്മൾ അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച്, നീതിയുടെ ഉപയോഗങ്ങളെക്കുറിച്ച് പഠിക്കാം. ഞാൻ സൗഖ്യത്തിൽ നിന്നും തുടങ്ങാം. ഹെബ്രോൻ സാമ്പത്തിക മേഖലയെക്കുറിച്ച് പറയും. ഒരു പുത്രൻ ബന്ധത്തെക്കുറിച്ച് പറയും. ഞാൻ ആഗ്രഹിക്കുന്നു ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി വരണം. എന്തുകൊണ്ടെന്നാൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി എന്തൊക്കെ നിങ്ങൾ കാണുന്നുവോ നിങ്ങൾ വളരെ ലളിതമായി അത് ഗ്രഹിക്കണം. നമ്മൾ ഈ വർഷത്തിൻ്റെ തുടക്കം തൊട്ട് പഠിച്ചു, 2 മേഖലയുണ്ട് ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നത്. 2 രീതിയിലുള്ള ആളുകൾ ഈ മേഖലയിലുണ്ട്. അവർ പ്രവർത്തിക്കുകയാണ്. ഒന്ന് മനുഷ്യജാതി, ഒന്ന് സ്വർഗീയ ജാതി. ഞാൻ വീണ്ടും പറയാം, ഒന്ന് സ്വർഗീയ ജാതി, ഒന്ന് മനുഷ്യജാതി. നമ്മൾ സ്വർഗീയ ജാതി, പുത്രൻ എന്ന് പറയുമ്പോൾ പുത്രൻ്റെ അർത്ഥം അത് പുരുഷൻ എന്നല്ല. ദൈവത്തിൻ്റെ പുത്രൻ അതൊരു പുതിയ സൃഷ്ടിയാണ്. എന്തുകൊണ്ട്? വചനത്തിൽ എഴുതിയിരിക്കുന്നു, പുരുഷൻ എന്നും സ്ത്രീ എന്നും ക്രിസ്തുവിലില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഒരു സ്ത്രീയോ പുരുഷനോ ആണോ? അവൻ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ആ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ്. അതിൽ നരനെന്നും നാരിയെന്നുമില്ല. അവരൊരു പുതിയ ജാതിയാണ്, സ്വർഗീയ ജാതി. നമ്മൾ പുത്രൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് ചിലപ്പോൾ പറയും പുരുഷൻ. പുത്രൻ അതൊരു പുതിയ സൃഷ്ടിയാണ്. നമ്മൾ ബൈബിൾ വായിക്കുന്നു, യേശു ക്രിസ്തുവിൽ അവർ പുതിയ സൃഷ്ടിയാണ്. ഈ ലോകത്ത് ആദം ജാതിയുണ്ട്. ആദമിൽ നിന്നും വേറൊരു ആദം ജാതിയാണ് ഉത്ഭവിച്ചത്. എത്രയധികം ആ ജാതികളുണ്ടോ അവരിൽ മരണമാണ് വാഴുന്നത്. ഏത് നിമിഷം ഞാൻ നിങ്ങളെ വിശ്വസിച്ചു, ആ നിമിഷം നമ്മുടെ
വീണ്ടും ജനനം നടന്നു. വീണ്ടും ജനനത്തിന്റെ അർത്ഥം ഒരാൾക്ക് മരിക്കേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ 2 പേർക്ക് ഒരു ശരീരത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല. ആർക്കെങ്കിലും വീണ്ടും ജനനം പ്രാപിക്കണമെങ്കിൽ ആ പഴയ ആൾക്ക് മരിക്കേണ്ട ആവശ്യമുണ്ട്. ആ വീണ്ടും ജനനത്തിൽ നമ്മൾ കർത്തൃമേശയിൽ ഭാഗവാക്കാകാറുണ്ട്. എന്ത് ഓർമ്മപ്പെടുത്താനാണ്? നമ്മൾ ആദമിലല്ല ഇപ്പോൾ. ആ ആദമിലുണ്ടായിരുന്ന മരണവും പോയിരിക്കുകയാണ്. നമ്മുടെ പുതിയ മേഖലയിൽ അത് സ്വർഗത്തിൽ നിന്ന് ജനിച്ച സ്വർഗീയ ജാതി യേശു ക്രിസ്തുവിൽ. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിലാണ്, പക്ഷെ നമ്മൾ ഈ ലോകത്തിലുള്ളവരല്ല. 2 രീതിയിലുള്ള ആളുകൾ ഈ ലോകത്തിലുണ്ട്. ഒന്ന് ആദമീയ ജാതി, ഒന്ന് സ്വർഗീയ ജാതി. നമുക്ക് മുന്നോട്ട് ചില വചനങ്ങളിൽ നിന്നും ബൈബിളിൽ നിന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ശരീരത്തിന്റെ വിളക്ക് കണ്ണ്. ഇത് PDF-ലില്ലേ ഈ വചനം. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ കണ്ണ് ചൊവ്വുള്ളതെങ്കിലോ നിങ്ങളുടെ ശരീരം മുഴുവനും അത് പ്രകാശമുള്ളതായിരിക്കും. ആ ചൊവ്വ് എന്നുള്ളതിൻ്റെ അത് നമ്മൾ ഗ്രീക്ക് ഭാഷയിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഏകമായത്, ഒന്നായത്. അതിൻ്റെ അർത്ഥം നമ്മുടെ കണ്ണൊന്നാകുകയാണ് എങ്കിൽ നമ്മുടെ ശരീരം മുഴുവനും പ്രകാശമുള്ളതായിത്തീരും. ശരീരത്തിൻ്റെ വിളക്ക് അത് കണ്ണാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും എങ്ങനെയാണ് ആ ഹൃദയ ദൃഷ്ടികൾ പ്രകാശിക്കുന്നത്. പൗലോസ് എഴുതുകയാണ്, നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി നമ്മൾ ആ സത്യത്തിൽ ഉണരുമ്പോൾ ആ എല്ലാ അവകാശങ്ങളും നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. പിതാവ് നമ്മൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വചനത്തിൽ പറയുകയാണ്, എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയിരിക്കുകയാണ്. അത് പുറത്തെ രൂപത്തിലല്ല വെച്ചിരിക്കുന്നത്. ആ അനുഗ്രഹങ്ങളെല്ലാം യേശു ക്രിസ്തുവിലാണ്. ആ യേശു ക്രിസ്തു ഇപ്പോൾ നിങ്ങളിലാണ്. ആത്മീയ കാര്യങ്ങൾ, അതാണ് സത്യം. എന്തുകൊണ്ടെന്നാൽ ആത്മീയ കാര്യങ്ങളിലൂടെ മാത്രമേ അത് പ്രകടമായി പുറത്തു വരികയുള്ളൂ. അതെങ്ങനെയാണ് നമ്മൾ ആ അനുഗ്രഹങ്ങളെ നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നത്? ചിലർക്ക് വേണ്ടി ഉണ്ടാകും, അവർക്ക് ശരീരത്തിൽ സൗഖ്യത്തിന്റെ ആവശ്യമുണ്ടാകാം. ചിലർക്ക് ചിലപ്പോൾ സാമ്പത്തികമായ രീതിയിൽ കാണാൻ ആഗ്രഹിക്കാം. പക്ഷെ സ്വർഗീയ രാജ്യം അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ അതിലൊരു രീതിയുണ്ട്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവുമായി നിങ്ങൾ കൂട്ടായ്മ ആചരിക്കുമ്പോൾ ഒരുപാട് ലാളിത്യമുള്ളതാണത്. നിങ്ങൾ ഏറ്റുപറയുക, അതെ ഇത് ലളിതമാണ് ഈ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ വേണ്ടി. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. ഇത് പ്രാപിക്കാൻ വളരെ ലളിതമാണ്. ഇത് ലളിതമാകുന്നത് എങ്ങനെയാണ്? എൻ്റെ ഒരു കാല് ക്രിസ്തുവിലും മറ്റൊരു കാല് അത് ലോകത്തിലുമായിരിക്കുമ്പോൾ ആണ് ഇത് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുന്നത്. ഇരുമനസ്സോടെ ആയിരിക്കുമ്പോൾ ഒരു കണ്ണ് ഇവിടെ നോക്കുകയാണ്, ഒരു കണ്ണ് അവിടെ നോക്കുകയാണ്. നമ്മൾ ഏകാഗ്രതയോടെ ആയിരിക്കണമെങ്കിൽ നമ്മുടെ 2 കണ്ണുകളും അത് ഒരു സ്ഥലത്തേക്ക് നോക്കണം. എത്രയധികം നമ്മൾ ഏക മനസ്സോടെ ആയിരിക്കുന്നുവോ, നമ്മൾ കർത്തൃമേശയിൽ ഭാഗവാക്കാവുമ്പോൾ നമ്മൾ ഒരു മനസ്സുള്ളതാകുകയാണ്. ഇപ്പോൾ നമ്മൾ ആദമിൽ നിന്നല്ല, ഞാനിപ്പോൾ ക്രിസ്തുവിലാണ്. ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ, അവൻ എങ്ങനെയാണ് നമ്മളെ വിശുദ്ധരാക്കുന്നത്? ഞാൻ അവരെ വിശുദ്ധീകരിച്ചു. അതിൻ്റെ അർത്ഥം നമ്മളെ വേർപെടുത്തി സത്യത്തിലൂടെ. വചനം അതാണ് സത്യം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളെ തന്നെ ആദമിൽ നിന്നും വേർപെടുത്തി കാണാൻ സാധിക്കുന്നത്? അത് സത്യത്തിലൂടെ. ഈ ഉദാഹരണം ഞാൻ നോർത്തിലായിരുന്നപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ശ്രീലങ്കയിൽ പോയി, നിങ്ങൾ ഭാരതീയനാണ്. നിങ്ങൾ ശ്രീലങ്കയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് എന്നും എടുത്ത് ചെക്ക് ചെയ്യുമോ? നിങ്ങൾ ശ്രീലങ്കൻ സർക്കാർ നാളെ പറയുകയാണ് എല്ലാ ശ്രീലങ്കക്കാരും 1 ലക്ഷം രൂപ അവരടയ്ക്കണമെന്ന്. നിങ്ങൾ ഓടുമോ ആ 1 ലക്ഷം രൂപ അടയ്ക്കുവാൻ വേണ്ടിയിട്ട്? ഇല്ല. എന്തുകൊണ്ട്? നിങ്ങൾ ശ്രീലങ്കനല്ല. നിങ്ങൾ ചിന്തിക്കുക, ശ്രീലങ്കക്കാർക്ക് എന്തെങ്കിലും രോഗമുണ്ട്, നിങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് ഓടുമോ? ഇല്ല. നിങ്ങൾ വിശ്രമത്തിലായിരിക്കും. എന്തുകൊണ്ടാണ്? നിങ്ങൾ അറിയുന്നു നിങ്ങൾ ഭാരതീയനാണ്. എല്ലാ കാര്യങ്ങളിലും പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധമാക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ വേർപെടുത്തും. എന്തുകൊണ്ടാണ്? നിങ്ങൾ അറിയുന്നു നിങ്ങൾ ശ്രീലങ്കയിലാണ്, പക്ഷെ നിങ്ങൾ ശ്രീലങ്കനല്ല. ഞാനും നിങ്ങളും ഈ ലോകത്തിലാണ്, പക്ഷെ നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല. ആ ഭാരതീയൻ എന്തുകൊണ്ടാണ് ശ്രീലങ്കക്കാരിൽ നിന്നും വേർപെടുത്തുന്നത്? എന്തുകൊണ്ടാണ്? അവനറിയാം അവൻ ജന്മത്താൽ തന്നെ അവന്റെ രക്തം വേറെയാണ്. ഇതാണ് പിതാവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്യണമെന്ന്. ഇതേ രീതിയിൽ സ്വർഗീയ ജീവൻ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലേക്ക് ഒഴുകും. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് വിശുദ്ധമാക്കുക, വേർപെടുത്തുക. നിങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ഒരു മനസ്സോടെ ആയിരിക്കുക. നിങ്ങൾ ആദമിൽ നിന്നല്ല, യേശു ക്രിസ്തുവിലാണ് ഇപ്പോൾ. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവന്റെ ജീവൻ എല്ലാ മേഖലയിലേക്ക് ഒഴുകും. ഇന്ന് ഋഷി വചനം പറഞ്ഞ പോലെ, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കും, എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കും, പിന്നെ നിങ്ങൾ ഫലം കായ്ക്കുവാനിടയാകും. അപ്പോൾ ഫലം ആ സന്തോഷം, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. ആ എല്ലാ ജീവനും ഒഴുകുവാനിടയാകും. എത്രയധികം നമ്മൾ ആ ഏക മനസ്സോടെ വരുന്നുവോ. നമ്മൾ ആ ഏക മനസ്സോടെ എങ്ങനെയാണ് ആവുന്നത്? ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഏക മനസ്സോടെ ആകുമ്പോൾ. ഒരു ഉദാഹരണം ഞാൻ തരുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഒരാൾ ഈയിടെ എനിക്ക് മെസ്സേജ് അയച്ചു. അവർ നമ്മളെ ഓൺലൈനിൽ തിരഞ്ഞു, നമ്മുടെ വചനങ്ങൾ കേട്ടു. അവരെനിക്ക് എഴുതി, ഞാൻ MRI സ്കാൻ ചെയ്യാൻ പോകണമോ വേണ്ടയോ? എന്തുകൊണ്ടെന്നാൽ ഡോക്ടർ എന്നോട് ഇന്ന രോഗം പറഞ്ഞു, പക്ഷേ ഞാൻ പുത്രനാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോവുക ഡോക്ടറെ അടുത്തേക്ക്.
വചനം കേൾക്കുക, പരിശുദ്ധാത്മാവുമായി കൂട്ടായ്മ ആചരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ, അതൊരു പനിയാണെങ്കിലും ചുമയാണെങ്കിലും അതിനെ വീഴ്ച കളഞ്ഞില്ല എങ്കിൽ, നിങ്ങൾ വെള്ളത്തിന് മുകളിൽ നടക്കാൻ ആഗ്രഹിക്കുന്നു, ഡോക്ടർ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ക്യാൻസർ ആണ് എന്ന്, ഇത് ബുദ്ധിയല്ല. ഈ ഒരു രാജ്യത്തിന് ഒരു രീതിയുണ്ട് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മ നമ്മുടെ ജീവിതത്തിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മളെ ജയാളികളാക്കുന്നു. അത് സാമ്പത്തിക മേഖലയിലാണെങ്കിലും ചെറിയ കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങുക. നിങ്ങൾക്കറിയാമോ, എനിക്ക് രോഗം റൊമത്തോറൈറ്റിസ് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടു, ആ ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഞാൻ ആ കാര്യങ്ങളെ സ്വീകരിച്ചില്ല. ഞാൻ പറഞ്ഞു ഇതെൻ്റെ സ്വഭാവത്തിലില്ല. ആ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഞാൻ എന്നെ തന്നെ ശക്തിയായി കണ്ടപ്പോൾ, അപ്പോൾ ഞാൻ കണ്ടു പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ എൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകുന്നത്. മറ്റൊന്ന് എൻ്റെ മുടിയുടെ വിഷയത്തിലായിരുന്നു. മൂന്നാമത് വേറൊരു രോഗമായിരുന്നു, അതും പോയി വളരെ ലളിതമായ രീതിയിൽ. എല്ലാ പ്രാവശ്യവും ഞാൻ കണ്ടു ലാളിത്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്, ലളിതമായ രീതിയിലേക്ക്. നിങ്ങൾ തുടങ്ങുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. പിന്നെ പതിയെ പതിയെ നിങ്ങൾ വളരുകയാണ്. ഒരു സമയം വരും, പിന്നെ നിങ്ങൾക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യം പോലും വരികയില്ല. നിങ്ങൾ സ്വയം മനസ്സിലാക്കും നിങ്ങൾ ആരാണ് എന്ന്. എന്തുകൊണ്ടാണ്? നിങ്ങൾ എപ്പോഴും ഓടുന്നതിന് മുമ്പ് നിങ്ങൾ നടക്കാനാണ് പഠിക്കുന്നത്. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, നിങ്ങൾ സ്വിമ്മിംഗ് പഠിക്കാൻ പോവുകയാണെങ്കിൽ, നീന്തൽ പഠിക്കുന്നുവെങ്കിൽ എങ്ങനെയാണ് തുടങ്ങുന്നത്? അവർ നിങ്ങളെ ആഴമുള്ള വെള്ളത്തിലേക്കല്ല ആദ്യം കൊണ്ടുപോകുന്നത്. അവർ നിങ്ങളെ ആഴമില്ലാത്തിടത്തേക്ക് കൊണ്ടുപോകും. അവിടെ നിങ്ങളോട് പറയും, നിങ്ങൾ നിങ്ങളുടെ കാലുകൾ അനക്കാൻ പറയും. ആദ്യം കാലായിരിക്കും, കുറച്ച് സമയത്തിന് ശേഷം കൈ ആയിരിക്കും, പിന്നെ അതിനുശേഷം പതിയെ പതിയെ മൂന്നും ഒരേ രീതിയിൽ പോകുവാൻ തോന്നും. പിന്നെ നിങ്ങൾക്ക് ചിന്തിക്കേണ്ട പോലും ആവശ്യമില്ല. പിന്നെ സ്വാഭാവികമായി നിങ്ങൾ നീന്തുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ പിതാവ് നിങ്ങളെ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾ പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ, ഇത് പ്രശ്നത്തിന്റെ സമയത്ത് നമ്മൾ പിതാവിന്റെ അടുത്തേക്ക് വരുന്നതല്ല, ഇതൊരു ബന്ധമാണ്. ആ ആടുകൾ ആണ് ക്രിസ്തു മതത്തിൽ അവർ എണ്ണുന്നവരാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്, നിങ്ങൾ ആ വിജയം സത്യത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ചെറിയ ചെറിയ മേഖലയിലും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നോ ഇല്ലയോ, നിങ്ങൾക്കറിയാമോ, ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അത് ജീവൻ മാത്രമായിരിക്കും. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുക, നിങ്ങൾ പരിശുദ്ധാത്മാവിനനുസരിച്ച് ജീവിക്കുക, അവൻ നിങ്ങളെ പഠിപ്പിക്കും. എന്തുകൊണ്ടെന്നാൽ ഇതൊരു യാത്രയാണ്. ആ ബന്ധം ഉണ്ടാക്കുക വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ഇടയിലുള്ളത്. വരൂ നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം മുന്നോട്ട്. നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ അതിന്റെ 5-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ, ഞാനും നിങ്ങളും ക്രിസ്തുവിലാണോ? നിങ്ങൾക്ക് സത്യത്തിൽ ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ നിങ്ങൾ ക്രിസ്തുവിലാണ് എന്ന്? അല്ലെങ്കിൽ നിങ്ങൾ പകുതിയിലും പകുതി ക്രിസ്തുവിലുമാണോ? തുടക്കം ഏറ്റവും ആദ്യം നിങ്ങൾ വിശ്വസിക്കുന്നതിലാണ്, നിങ്ങൾ ആരാണ് എന്നുള്ളതിൽ. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ സഭയിലാണ്, ഇതൊരു സ്കൂള് പോലെയാണ്. ഇവിടെ നമ്മൾ പഠിക്കാൻ വരികയാണ്. നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. അത് പഠിക്കുന്നതിലൂടെ നിങ്ങൾ പരിശുദ്ധാത്മാവുമായി കൂട്ടായ്മ ആചരിക്കണം. നിങ്ങൾ ക്രിസ്തുവിലാണ് എങ്കിൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ്. അതിൻ്റെ അർത്ഥം, സ്വർഗീയ പിതാവ് ഈ സൃഷ്ടിയെ സൃഷ്ടിച്ചു, ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ചു. 2000 വർഷത്തിന് ശേഷം ഒരു പുതിയ സൃഷ്ടി, ഒരു പുതിയ ജാതി ഈ ഭൂമിയിൽ ഉത്ഭവിക്കുവാനിടയായി. അതേപോലെ ഞാനും നിങ്ങളും. അതുകൊണ്ട് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി. എന്താണ് പഴയ കാര്യങ്ങൾ? ആ പഴയ ആദമിന്റെ സ്വഭാവം അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോയി. എഴുതിയിരിക്കുകയാണ്, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. ഇതാ ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഹൃദയ ദൃഷ്ടികൾ വിശ്വാസത്തിന്റെ ദൃഷ്ടിയോടെ നോക്കണം. ആ വിശ്വാസം എന്താണ്? നിങ്ങൾ കണ്ടത്, നിങ്ങൾ അറിഞ്ഞു, ആ സത്യമാണ് അത് നിങ്ങളെ കുറിച്ചുള്ളതെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്. നമ്മുടെ ഹൃദയ കണ്ണുകൾ, അതിന്റെ അർത്ഥം ഞാൻ കാണുന്നു, അത് ഞാൻ ഗ്രഹിക്കുന്നു. അതുകൊണ്ട് സാത്താൻ നമ്മുടെ കണ്ണിന് മുമ്പിൽ ഇരുട്ടിടുകയാണ്. നമ്മൾ സത്യം അറിയരുത് എന്ന് അവൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു പുത്രൻ ആ സത്യം ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ആ സത്യത്തിലൂടെ അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനിടയാകും. അവനറിയാം. എൻ്റെയും നിങ്ങളുടെയും ജീവൻ പിന്നെ ആ സത്യത്തിൽ അധിഷ്ഠിതമാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളും അത് നിങ്ങളോട് അനുവാദം ചോദിക്കുന്നു ഏത് രീതിയിൽ ജീവിക്കണമെന്ന്. അതിനെ നിങ്ങൾ സംശയത്തിലോ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക. എല്ലാ രോഗങ്ങളും, ക്യാൻസർ ആണെങ്കിലും അതെന്താണ്? അത് നമ്മുടെ ശരീരത്തിന്റെ സെല്ലുകൾ പരസ്പരം അത് യുദ്ധം ചെയ്യാൻ തുടങ്ങുന്നതാണ്. അത് സംശയത്തിൽ പ്രശ്നത്തിൽ പോയിരിക്കുകയാണ് പരസ്പരം.
അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ തിരിച്ചറിവ് നിങ്ങളായിരിക്കുന്നതിൽ നിങ്ങൾ ഏറ്റു പറയുമ്പോൾ ആ തിരിച്ചറിവിനെക്കുറിച്ച് എത്രയധികം നിങ്ങൾ ആ ഏക മനസ്സോടെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ അംശങ്ങളും അത് കേൾക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? എത്രയധികം നിങ്ങളുടെ തിരിച്ചറിവിനെക്കുറിച്ച് നിങ്ങൾ ഏക മനസ്സോടെ ആയിരിക്കുന്നുവോ, നിങ്ങൾക്ക് പിന്നെ കാണാൻ സാധിക്കും ആ ജീവൻ നിങ്ങളുടെ ഉള്ളിലുള്ളത്. ആ ജീവൻ പിന്നെ പുറത്തേക്ക് പ്രകടമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ എല്ലാ രോഗങ്ങളും വരുന്നത് നിങ്ങൾ ഇരുമനസ്സോടെ നിങ്ങൾ ജീവിക്കുമ്പോഴാണ്. എനിക്ക് റുമർത്രോയിറ്റിസ് രോഗമുണ്ടായിരുന്നപ്പോൾ ഞാൻ ഇരുമനസ്സോടെ ആയിരുന്നു. ഞാൻ എൻ്റെ തിരിച്ചറിവിനെക്കുറിച്ച് സംശയിച്ചു കൊണ്ടിരുന്നു. ആ രോഗം എന്താണ്? എൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ സെല്ലുകൾ പരസ്പരം യുദ്ധം ചെയ്യുകയായിരുന്നു. ഞാൻ ഏക മനസ്സോടെ ആയിരുന്നപ്പോൾ ഞാൻ മരിച്ചാലും ഞാൻ വിശ്വസിക്കും ഞാൻ പുതിയ സൃഷ്ടിയാണ്. അത് എൻ്റെ സ്വഭാവത്തിലൊരു രോഗവുമില്ല. ആ നിമിഷം അതെല്ലാം അപ്രത്യക്ഷമാവാനിടയായി. അതെങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആത്മീക സാഹചര്യങ്ങൾ, സത്യം ആ മേഖലയിൽ അത് ജീവിക്കുന്നു. അതെല്ലാം എനിക്കും എന്നെയും നിങ്ങളെയും കുറിച്ചുള്ളത് സ്വർഗരാജ്യത്തിൽ അത് ഏക മനസ്സോടെയാണ്. നിങ്ങൾക്കിതിൽ ഒന്നിനും സംശയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ തിരിച്ചറിവിനെ കുറിച്ച് നിങ്ങൾ ആരാണെന്നുള്ളതിൽ നിങ്ങൾ ഇപ്പോൾ ആദമിൽ നിന്നുള്ളവരല്ല. നിങ്ങൾ നിങ്ങളുടെ ആദമിന്റെ തിരിച്ചറിവ് ക്രൂശിൽ കാണുക. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നമ്മളെ തന്നെ മതത്തിലാണ് പിന്നെ കാണുന്നത്. പിന്നെ എഴുതിയിരിക്കുകയാണ് മുന്നോട്ട്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. മുന്നോട്ട് നമുക്കൊന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഇവയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കറിയാമോ, ഞാനും നിങ്ങളും എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നില്ല നീതിയാകുവാൻ വേണ്ടി. ഞാനും നിങ്ങളും പക്ഷേ നമ്മുടെ ആത്മാവിൽ നടന്നതിനാൽ തന്നെ നമ്മൾ നീതിമാന്മാരാണ്. അതുകൊണ്ട് നമ്മുടെ പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യം അതൊരു വിശ്രമത്തിന്റെ സ്ഥാനമാണ്. വിശ്രമം ഇതാണ്, ഞാൻ അവൻ്റെ സന്തതിയാണ് രക്തത്തിലൂടെ, എൻ്റെ പ്രവൃത്തികൾ മൂലമല്ല. ഇപ്പോൾ ഞാൻ വചനത്തെ നോക്കുമ്പോൾ എൻ്റെ ആത്മീയ തിരിച്ചറിവിനെയാണ് ഞാൻ നോക്കുന്നത്. ഇതുപോലെയാണ്, ഞാൻ ഭാരതീയനാണ്. ഞാനിപ്പോൾ പക്ഷേ ശ്രീലങ്കയിലാണ് ജീവിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ വചനം സത്യമായതുകൊണ്ട്. ഞാൻ വചനത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഞാൻ എന്നെ തന്നെ ചതിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഭാരതീയനാണ്, ഞാൻ ശ്രീലങ്കയിലാണ്, ശ്രീലങ്കക്കാരുടെ ഇടയിലാണ്. എനിക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ സാധിക്കും അത് ഞാൻ അവരെ പോലെയാണ്. പക്ഷെ സത്യം ഇതാണ്, എന്നെക്കുറിച്ചുള്ളതെല്ലാം ഭാരതീയമാണ്. നിങ്ങൾ കാണാൻ സാധിക്കും, നിങ്ങളുടെ തിരിച്ചറിവിനെ കുറിച്ചുള്ള സത്യത്തിൽ വിശ്വസിക്കുമ്പോൾ ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങൾ അത് സാധാരണമായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നമ്മുടെ തിരിച്ചറിവ് സൃഷ്ടികളിൽ നിന്നല്ല വരുന്നത്, നമ്മുടെ ചുറ്റുമുള്ള പ്രവൃത്തികളിൽ നിന്നല്ല. ആ തിരിച്ചറിവ് വരുന്ന വചനത്തിൽ നിന്നാണ്, അതിൽ നമ്മൾ വിശ്രമിക്കുന്നതിൽ നിന്നാണ്. ഇതൊരു യുദ്ധമാണ്. ഭാരതീയൻ ശ്രീലങ്കയിലായിരിക്കുമ്പോൾ എന്നും രാവിലെ എഴുന്നേറ്റ് പാസ്പോർട്ട് നോക്കുന്നു, തന്നെത്താൻ ഓർമ്മപ്പെടുത്തുന്നു ഞാൻ ഭാരതീയനാണ്. പക്ഷെ ഒരു സമയം വരും, അവർ ആ തിരിച്ചറിവെ പിടിച്ചുകൊണ്ട് ആ സത്യത്തിൽ വിശ്വസിച്ച് സമാധാനത്തിലായിരിക്കും. എന്തുകൊണ്ടെന്നാൽ അവൻ അറിയുന്നു അവൻ ജന്മത്താൽ തന്നെ ഭാരതീയനാണ്. ആ പാസ്പോർട്ട് അവനെ കാണിക്കുന്നത് എന്താണ്, അവൻ ആരാണ് എന്നുള്ളതാണ്. അവനോട് പറയുകയാണ് അവൻ്റെ തിരിച്ചറിവ് എന്താണെന്ന്. നിങ്ങൾ മനസ്സിലാക്കുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. നിങ്ങളുടെ നടന്നപ്പോൾ നിങ്ങൾ ഈ മേഖലയിൽ വന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്തിനു വേണ്ടി? നമുക്ക് വചനത്തിൽ നിന്ന് നോക്കാം. 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു. നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും എനിക്ക് നിങ്ങൾക്കും വേണ്ടി നടന്നത് മുഴുവൻ, നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായിക്കൊണ്ട് പാപത്തെക്കുറിച്ചും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ എന്തിനെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്? നിങ്ങളുടെ നീതിയെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. യേശുക്രിസ്തു പിതാവിൻ്റെ അടുത്തേക്ക് പോയി, അവൻ പാപത്തെക്കുറിച്ച് അപ്പോഴാണ് നിങ്ങളെ ഉണർത്തിയത്. നിങ്ങൾ ഈ ലോകത്തിലായിരുന്നപ്പോൾ, നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ലായിരുന്നപ്പോൾ. ഇപ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവിലാണ്. ഇപ്പോൾ നിരന്തരം അവൻ നിങ്ങളുടെ നീതിയെക്കുറിച്ചാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ ഇനി മനുഷ്യജാതിയല്ല, നിങ്ങൾ സ്വർഗീയ ജാതിയാണ്. ഇതാണ് കർത്തൃമേശ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എപ്പോഴും. ആ ശരീരവും രക്തവും
നിങ്ങൾ ആദമിൽ നിന്നുള്ളവരല്ല, നിങ്ങൾ യേശു ക്രിസ്തുവിൽ നിന്നുള്ളവരാണ്. എത്രയധികം നമ്മൾ ഏക ആത്മാവോടെ ആവുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ നീതിയെക്കുറിച്ച് നമ്മളോട് പറയും. ആ ന്യായത്തെക്കുറിച്ച്. എന്തുകൊണ്ട്? ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ഇനിയും അതുകൊണ്ട് നമ്മൾ പുത്രന്മാർ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മരണമല്ല, ആ സമൃദ്ധിയായ ജീവൻ നമ്മൾ നമ്മുടെ കൂടെ കാണുവാൻ നമുക്കിടയാകും. നിങ്ങൾക്കറിയാമോ, എത്രയധികം നിങ്ങൾ വചനം കേൾക്കുന്നുവോ, നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പുത്രന്റെ അവകാശം അത് ജീവൻ മാത്രമായിരിക്കും. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എന്തിനൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിന്റെ ചെറിയ ചെറിയ മേഖലകളിലും നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവിൽ നിലനിൽക്കുക. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? നമ്മ യേശു ക്രിസ്തു പിതാവ് എങ്ങനെയാണ് ഇപ്പൊ പരിശുദ്ധമാക്കുന്നത്, വിശുദ്ധമാക്കുന്നത്, ആദമിൽ നിന്നും വേർപെടുത്തുന്നത്? ആ സത്യത്തിലൂടെ. വചനം സത്യം, അത് ആത്മാവാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും തന്നെത്താൻ വിശുദ്ധരാക്കുന്നത് അല്ലെ വേർപെടുത്തുന്നത് എങ്ങനെയാണ്? വചനത്തിലൂടെ. എന്തുകൊണ്ടെന്നാൽ വചനം മാത്രമാണ് നമ്മളെ തിരിച്ചറിവ് നമുക്ക് തരുന്നത്, എന്താണ് ആദമിൽ നിന്നും എന്താണ് യേശു ക്രിസ്തുവിൽ നിന്നുമെന്നും. എഴുതിയിരിക്കുകയാണ്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവ് ആദ്യം എന്താണ് ചെയ്യുന്നത്? അവൻ നിങ്ങളെ സത്യം കാണിക്കും. എനിക്ക് വേദന എടുത്തപ്പോൾ എന്താണ് അവൻ കാണിച്ചത്? അവൻ ആ സത്യം പ്രകടമാക്കി. അവൻ എന്നെ സത്യം കാണിച്ചു. അവൻ എന്നോട് പറഞ്ഞു, ഇത് ആദമിൽ നിന്നുള്ളതാണ്, നീ ഇതിൽ വിശ്വസിക്കുകയാണ്. മുഴുവൻ ലോകവും ഇതിനെ സാധാരണമെന്ന് പറയുന്നു, അതുകൊണ്ട് നീയും ഇതിനെ സാധാരണമെന്ന് പറയുന്നു. പക്ഷെ എൻ്റെ വചനം ഇതിനെ സാധാരണമെന്നല്ല പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ രോഗം ഇത് ആദമിന്റെ ജാതിക്കാണ് ഉണ്ടാവുന്നത്, പുത്രന്റെ ജാതിക്ക് വേണ്ടിയുള്ളതല്ല. എൻ്റെ പ്രവൃത്തി എന്തായിരുന്നു? അവൻ എന്നെ സത്യം കാണിച്ചപ്പോൾ എൻ്റെ പ്രവൃത്തി ഇതായിരുന്നു, എന്നെ തന്നെ വിശുദ്ധമാക്കുക സത്യത്തിലൂടെ. അതിനോട് എതിർത്ത് നിൽക്കണം, ആ വ്യാജത്തിനോട്. എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ എഴുതിയിരിക്കുന്നു, സാത്താനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ നമ്മുടെ ആത്മീയ യുദ്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവൻ നമ്മളോട് യുദ്ധം ചെയ്യാനല്ല പറയുന്നത്, അവൻ നമ്മളോട് നിലനിൽക്കുവാൻ, ഉറച്ചു നിൽക്കാനാണ് പറയുന്നത്. പിന്നെ അവൻ പറയുകയാണ്, ഉറച്ചു നിൽക്കുക എന്തിൽ? വചനത്തിൽ. പിന്നെ സൂക്ഷിക്കുക എന്തിനോട്? ആ വ്യാജത്തോട്, സാത്താനിൽ നിന്ന് വരുന്നത്. സാത്താൻ നമ്മുടെ ചെവിയിൽ വന്ന് പറയുന്നത്, അവൻ ഇത്ര കൗശലക്കാരനാണ്, അവൻ വന്ന് വ്യാജം പറയും, അതിലൂടെ ഒരു സാധാരണമായിട്ട് എന്നിട്ട് അതിനെ കാണിക്കും. എന്തുകൊണ്ടാണ്? നിങ്ങൾ ആദാം ജാതിയുടെ കൂടെ ആയിരിക്കുമ്പോൾ, അതിനോട് കൂടി ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളും ചിന്തിക്കും ഇത് സാധാരണമാണെന്ന്. നിങ്ങൾ ആ സത്യം നിങ്ങൾ ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അത് ലോകത്തിൻ്റെത് സാധാരണമാണ്. അതുകൊണ്ട് വളരെ ആവശ്യമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധമാക്കുക, എന്നിട്ട് പറയുക ഇത് എനിക്ക് വേണ്ടി സാധാരണമല്ല. പിന്നെ ആ സത്യത്തിലൂടെ തന്നെത്താൻ വിശുദ്ധമാക്കുക, പിന്നെ നിലനിൽക്കണം അതിൽ. എത്ര സമയം ആ രോഗം നിന്നാലും ആ എല്ലാ രോഗങ്ങളും നിങ്ങളെ വിട്ടിട്ട് പോകുവാനിടയാകും. എന്തുകൊണ്ടെന്നാൽ ഇത് വളരെ ലളിതമാണ്. പരിശുദ്ധാത്മാവിലൂടെ അതിനെ സ്വീകരിക്കാൻ മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴും അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുമാനമുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. നിങ്ങൾക്കറിയാമോ, ഞാൻ സൗഖ്യം പ്രാപിച്ചപ്പോൾ, ആ സത്യം പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് ലഭിച്ചപ്പോൾ ആരുടെ മഹത്വമാണ് അവിടെ ഉണ്ടായത്? പിതാവിന്റെ മഹത്വമാണ് ആ സാക്ഷ്യത്തിലൂടെ ഉണ്ടായത്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ് 15-ാം വാക്യത്തിൽ, പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആ എല്ലാ സത്യങ്ങളെയും പ്രകടമാക്കും നിങ്ങളുടെ ഉള്ളിൽ. യേശുക്രിസ്തു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. സത്യം ജീവന് മുമ്പാണ് വരുന്നത്. സത്യമാണ് ആദ്യം വരുന്നത്, അതിനുശേഷമാണ് അവകാശം വരുന്നത്. എൻ്റെ അറിവിൻ്റെ കണ്ണ് അത് എന്തിലാണ് പ്രകാശിതമാകുന്നത്? അതെൻ്റെ പുതിയ ജീവന്റെ തിരിച്ചറിവിൽ അതിൽ ഉണരുകയാണ്. എത്രയധികം ഞാൻ ആ സത്യത്തിൽ നിലനിൽക്കുന്നുവോ, ഞാൻ ആകാൻ ശ്രമിക്കുകയല്ല, പക്ഷെ ഞാൻ ആയിരിക്കുന്ന ആ വചനമാണ് എന്നെ കാണിക്കുന്നത്. ഈ അവകാശം അത് ശരീരത്തിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എനിക്ക് വിപരീതമാണെങ്കിൽ പോലും, എന്നോട് വേറെ എന്തെങ്കിലുമാണ് പറയുന്നതെങ്കിൽ പോലും, പക്ഷെ ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ തിരിച്ചറിവെടുക്കുകയില്ല. ഞാൻ വിശ്വസിക്കുന്നത് വചനത്തിലാണ്, എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വചനത്തിൽ. എത്രയധികം പുത്രന്മാരുണ്ടോ? നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കുക. എന്തുകൊണ്ടാലും വചനം മാത്രമാണ് സത്യം. എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിലൂടെയല്ല. ഞാൻ വിശ്വസിക്കുന്നു പുത്രൻ ഒരിക്കലും അവരുടേതോ ഒന്നും നഷ്ടപ്പെടുകയില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ചില സാധനങ്ങൾ നഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ എൻ്റെ വിശ്വാസം മാറ്റുകയില്ല. എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാം വചനത്തിൽ എഴുതിയിരിക്കുന്ന അതാണ് സത്യം. അതിങ്ങനെയാണ്, ഒരു സിംഹം അവന് നീളമുള്ള മുടിയുണ്ടോ ഇല്ലയോ, അവന് സിംഹം തന്നെയാണ്, അവനവിടെ തിരിച്ചറിവ് മാറ്റുകയില്ല. എനിക്ക് നീളമുള്ള മുടിയില്ല എന്ന് പറഞ്ഞു ഇനി ഞാൻ പട്ടിയാണെന്ന് അത് പറയുകയില്ല. ഒരു സിംഹം അത് വണ്ണമില്ലാത്തതാണെങ്കിലും അതിന് നീളമുള്ള മുടിയില്ല എങ്കിൽ അവസാനം അതിൻ്റെ തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു സിംഹത്തിൻ്റെത് മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ ആ തിരിച്ചറിവ് എൻ്റെ രക്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും വിശ്വാസവും അതൊരു സങ്കല്പമല്ല,
ആ വിശ്വാസം എൻ്റെയും നിങ്ങളുടെയും അതൊരു തീരുമാനമാണ്. നിങ്ങൾ ഏറ്റുപറയുക, വിശ്വാസം തീരുമാനമാണ്. ആ തിരിച്ചറിവിൽ എന്നെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്നതിൽ ഒരു ഭാരതീയൻ ശ്രീലങ്കയിലാണെങ്കിൽ അവൻ വിശ്വസിക്കുന്നത് പൂർണ്ണമായും അവൻ്റെ തിരിച്ചറിവിൽ അത് അവൻ മുഴുവനായി ശ്രീലങ്കനെ പോലെ തന്നെ ഇരിക്കുന്നുവെങ്കിലും ആ രക്തം നമ്മളെ വിശുദ്ധമാക്കുന്നത്, നമ്മളെ വേർപെടുത്തുന്നത് മറ്റുള്ളതിൽ നിന്ന് നമ്മൾ അവരെ പോലെ ആയിരിക്കും കാണാൻ, പക്ഷെ ആ നമ്മുടെ ഉള്ളിലുള്ള രക്തം അത് യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു നമ്മുടെ ബന്ധം സ്വർഗീയ പിതാവുമായിട്ടുള്ളത് അത് പ്രവൃത്തികൾക്ക് അധിഷ്ഠിതമായിട്ടല്ല, അത് രക്തത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു. എനിക്ക് വിശ്വാസമുണ്ട് എത്ര പേർ നിർണയം എടുക്കുന്നുവോ വിശ്വസിക്കുവാൻ വേണ്ടി അവർ അത്ഭുതകരമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ പോവുകയാണ്. മുന്നോട്ട് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം മുതൽ. ഇവിടെ എഴുതിയിരിക്കുകയാണ്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വെളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും. ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുന്ന ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് നിങ്ങൾ അറിയണം അവൻ്റെ വെളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും. നിങ്ങൾക്കറിയാമോ, ആ എല്ലാ അവകാശങ്ങളും, സൗഖ്യം, സ്വർഗീയ ആരോഗ്യം അതിവിടെ ഇപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ട്. നമ്മൾ മരിച്ച് സ്വർഗത്തിൽ പോകുമ്പോൾ മാത്രമല്ല, അതിപ്പോൾ നിങ്ങൾ വിജയകരമായൊരു ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ. എന്തുകൊണ്ടെന്നാൽ നീതി എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയാണ്, ആ രക്തത്തിലൂടെയാണ് ഞാൻ ശരിയായിരിക്കുന്നത്. യേശുക്രിസ്തു എനിക്ക് വേണ്ടി ഒഴുക്കിയ രക്തത്തിലൂടെ. ആദം പാപത്തിൽ ശാപത്തിൽ വീണു, അവന് അധ്വാനത്താൽ പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ വീണ്ടും ജന്മം പ്രാപിച്ചപ്പോൾ എനിക്കെല്ലാം പ്രാപിക്കുവാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഞാൻ ദൈവത്തിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ അവകാശങ്ങളെല്ലാം മമ്മിയിൽ നിന്ന് എനിക്ക് ലഭിക്കും. അവരെന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ അവരുടെ രക്തത്തിൽ നിന്നുള്ള സന്തതിയാണ്. ഇതാണ് നീതിയുടെ കാര്യത്തിലുള്ളത്. ഈ ബന്ധം അത് ലളിതമാണ്. ഇത് നമ്മുടെ അറിവ് കൊണ്ട് നമുക്ക് സമ്പാദിക്കാൻ സാധിക്കില്ല. അതിൻ്റെ അർത്ഥം ഇത്രമേ ഉള്ളൂ, നിങ്ങൾ അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. എൻ്റെ ചുറ്റുമുള്ള എത്ര പേർ വന്നാലും അവർക്ക് ചിലപ്പോൾ കർമ്മത്താലായിരിക്കും അവർക്ക് പ്രാപിക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ മമ്മിയിൽ നിന്നും അവരുടെ രക്തത്തിലൂടെയുള്ള സന്തതി ആയതിനാൽ പ്രാപിക്കുവാൻ എനിക്ക് സാധിക്കും. നമ്മുടെ ഹൃദയ കണ്ണുകൾ പ്രകാശിക്കുന്നതിലൂടെ നമ്മളുടെ എല്ലാ അവകാശങ്ങളും നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. റോമർ അതിൻ്റെ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്: ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തമാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഞാനും നിങ്ങളും ഇപ്പോൾ ആദമിൽ നിന്നുള്ളവരല്ല, ഞാനും നിങ്ങളും യേശുക്രിസ്തുവിലാണ്. ഇപ്പോൾ എൻ്റെ അവകാശം അത് യേശുക്രിസ്തുവിലാണ്. നമുക്ക് മുന്നോട്ട് വായിക്കാം. റോമർ അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്: ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി, നമ്മുടെ ഹൃദയം, നമ്മുടെ എല്ലാ ചിന്തകളും പുതുക്കി രൂപാന്തരപ്പെടുവിൻ. നിങ്ങൾക്കറിയാമോ, എനിക്ക് രോഗം വന്നപ്പോൾ ആ വേദനയും രോഗവും അത് സ്വർഗീയ പിതാവിൻ്റെ ആഗ്രഹമായിരുന്നു. യേശുക്രിസ്തു എനിക്ക് വേണ്ടി വന്നു. അവൻ എൻ്റെ എല്ലാ രോഗത്തെയും അവൻ്റെ ശരീരത്തിലെടുത്തു. എന്തിന്? ഇന്ന് ആ സമൃദ്ധിയായ ജീവൻ എനിക്ക് ലഭിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തെ പുതിയതാക്കി ആ സത്യത്തിലൂടെ. ഞാൻ എന്നെ തന്നെ വിശുദ്ധമാക്കി വേർപെടുത്തി ആ സത്യത്തിലൂടെ. ഇപ്പോൾ ആ ജീവൻ ഞാൻ എന്നോട് കൂടെ തന്നെ കാണുന്നു. എപ്പോഴും തുടക്കം എന്ന് പറയുന്നത് എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നുമായിരിക്കണം. നിങ്ങൾ മാത്സ് സബ്ജക്റ്റ് പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ നേരെ 10-ാം ക്ലാസ്സിലെ മാത്സ് ആണോ പഠിക്കാൻ തുടങ്ങിയത്? നിങ്ങൾക്കറിയാം, ഞാൻ പഠനത്തിൽ ഇത്ര നല്ലതായിരുന്നില്ല. എൻ്റെ ടീച്ചറും എപ്പോഴും പറയുമായിരുന്നു ഞാൻ പഠനത്തിൽ നല്ലതല്ല എന്ന്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഒരു ദിവസം മുമ്പാണ്, പരീക്ഷയുടെ ഒരു ദിവസം മുമ്പാണ് പഠിക്കുന്നത്. മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒരു ദിവസത്തിന് മുമ്പ് പഠിക്കാൻ സാധിക്കില്ല, നിങ്ങൾക്കറിയാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ആ ടീച്ചറിനെ കണ്ടപ്പോൾ ഞാൻ പുറത്തേക്ക് പോകാൻ തയ്യാറെടുത്തപ്പോൾ അവരുടെ വായിൽ നിന്ന് എനിക്ക് വേണ്ടി പുറപ്പെട്ടത് വാക്കുകൾ ഒരു തേൻ പോലെയായിരുന്നു. അവർ പറഞ്ഞു, നീ എത്ര ഇൻ്റലിജൻ്റ് ആണ്, എൻ്റെ ഏറ്റവും നല്ല സ്റ്റുഡൻസിൽ ഒരാളാണ് നീ. ഞാൻ ചോദിച്ചു, എന്ത്? എൻ്റെ മുഴുവൻ ജീവിതത്തിലും യോഗ്യതയില്ലാത്തവളെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ആരാണ് നിന്നോട് പറഞ്ഞത്? അത് സത്യത്തിൽ ഒരു വ്യാജമായിരുന്നു, ഞാൻ വിശ്വസിച്ചു പോന്നിരുന്നത്. ഞാൻ പറഞ്ഞു, അതെ, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. അങ്ങനെ ഒരുപാട് വ്യാജത്തിൻ്റെ വിത്തുകൾ പലപ്പോഴും നമ്മുടെ പ്രാണനിൽ വിതയ്ക്കപ്പെടാറുണ്ട്. നമുക്ക് മുന്നോട്ട് വായിക്കാം. റോമർ 10-ാം അധ്യായം ഇവിടെ എഴുതിയിരിക്കുകയാണ് 6-ാം വാക്യത്തിൽ:
വിശ്വാസത്തിലുള്ള നീതിയെ ഇവണ്ണം പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അതെന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി, ആ സത്യം എൻ്റെ സമീപമായി, നിന്റെ വായിലും എൻ്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് എഴുതിയിരിക്കുകയാണ്. ഇത് ആ വിശ്വാസത്തിന്റെ വചനമാണ്. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ആ ആള് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നത്, ഏറ്റുപറയുന്നത്, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ക്രൂശിനെ നോക്കുമ്പോൾ നിങ്ങൾ ആ ക്രൂശിൽ പ്രശ്നത്തെ കാണുവാൻ സാധിക്കും. ആ ക്രൂശ് നിങ്ങളെ കാണിക്കുകയാണ് ആ പ്രശ്നം എവിടെയാണ് എന്ന്. അതിൻ്റെ ഉദ്ദേശം, നിങ്ങളെ പ്രശ്നം കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം അവൻ്റെ രീതി അവൻ ആ സ്ഥാനത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ആദവും ഹൗവയും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചപ്പോൾ മരണം ഈ ലോകത്തിലേക്ക് വന്നു. അതിലൂടെ എല്ലാം പ്രശ്നത്തിലായി തീരുവാനിടയായി. സിംഹം കുഞ്ഞാടുകളെ ഭക്ഷിക്കുവാൻ തുടങ്ങി. നിങ്ങളുടെ ശരീരത്തിൽ രോഗം, അതെല്ലാം എന്താണ് കാണിക്കുന്നത്? ഒരു പ്രശ്നത്തെയാണ് കാണിക്കുന്നത്. ഒരുപാട് ബന്ധങ്ങളുടെ ഇടയിൽ ആ പ്രശ്നം വന്നിരിക്കുകയാണ്. നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ പലപ്പോഴും പ്രശ്നങ്ങൾ കാണുന്നുണ്ടാവാം. പിന്നെ നിങ്ങൾ ക്രൂശിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും, യേശു ക്രിസ്തു എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടിയാണ് അവൻ മരിച്ചത്. എന്തിനെന്നാൽ അവൻ്റെ രീതി എൻ്റെ ജീവിതത്തിൽ വരുവാൻ വേണ്ടി. ഞാനും നിങ്ങളും എങ്ങനെയാണ് നമ്മളെ തന്നെ വേർപെടുത്തുന്നത്? നമ്മൾ നീതിയിൽ വിശ്വസിച്ചുകൊണ്ട്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതിലൂടെയല്ല, ഞാനതിൽ വിശ്വസിക്കും. എന്തുകൊണ്ടെന്നാൽ അത് സത്യമാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രകടമാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആ സത്യത്തെ കണ്ടു. ആ എല്ലാ അവകാശങ്ങളും ആ സത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ആ സത്യത്തിൽ ഞാൻ വിശ്രമത്തിലായിരിക്കുകയാണ്. എൻ്റെ അനുഭവങ്ങൾ ഇപ്പോൾ അതുമായി ഒന്നാകുന്നില്ലായിരിക്കാം, പക്ഷെ നമ്മൾ സത്യത്തിൽ വിശ്വസിക്കും. അത് സത്യമായതുകൊണ്ട് തന്നെ ആ ഭാരതീയൻ ശ്രീലങ്കയിൽ തന്നെ അവന് വിശ്വാസമില്ലായിരിക്കാം. അവനെ കാണുന്നവർക്കെല്ലാം അറിയാം അവൻ ഭാരതീയനാണ്, അവൻ ശ്രീലങ്കയിൽ താമസിക്കുകയാണ്. ചിലപ്പോൾ അവന് തന്നെത്താൻ വിശ്വാസമില്ലായിരിക്കാം. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ ചുറ്റുമുള്ളവരിൽ നിന്നാണ് അവൻ തിരിച്ചറിവെടുക്കുന്നത്. അവിടെ ആ ശ്രീലങ്കക്കാരുടെ ഇടയിൽ ആ ഭാരതീയൻ ജീവിക്കുമ്പോൾ അവൻ മറന്നിരിക്കുകയാണ് അവനൊരു ഭാരതീയനാണ് എന്നുള്ള കാര്യം. ആ സത്യം എല്ലാവരും അറിയുന്നു, അതിന് സർക്കാരിനും അറിയാം. പക്ഷെ സാത്താൻ ഇതാണ് ചെയ്യുന്നത്. അവൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കും നിങ്ങളൊരു സാധാരണ വ്യക്തിയാണ്. പക്ഷെ സത്യം ഇതാണ്, നിങ്ങൾ സാധാരണമായ ഒരു വ്യക്തിയല്ല. നിങ്ങൾ വിശുദ്ധരാണ്, നിങ്ങൾ വേർപെടുത്തപ്പെട്ടവരാണ്, നിങ്ങൾ ആദമിൽ നിന്നുള്ളവരല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. സ്വർഗത്തിൽ നിന്നും ജനിച്ചൊരു പുതിയ ജാതി. ഈ തിരിച്ചറിവിനെ ഞാൻ വിശുദ്ധമാക്കുകയാണ്, വേർപെടുത്തുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വചനത്തിൽ അധിഷ്ഠിതമായിരിക്കുക. ആ വചനം ഒരു കണ്ണാടി പോലെയാണ്. പലപ്പോഴും ഞാൻ ബന്ധങ്ങൾ കാണാറുണ്ട്, പലപ്പോഴും പ്രശ്നത്തെ ഞാൻ കാണാറുണ്ട്. ആളുകൾ പലപ്പോഴും പുറത്തു പോകുന്നു. ഏതെങ്കിലും സഭയിലായിരിക്കാം, ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയോ നിങ്ങൾ അത് പ്രാപിക്കാറുണ്ട്. പക്ഷേ ആ സൗഖ്യം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ആ സത്യത്തിൽ ഇതുവരെ ഉണർന്നിട്ടില്ല എങ്കിൽ, ആ സൗഖ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത്, ചിലപ്പോൾ നിങ്ങൾക്ക് വീണ്ടും രോഗം വരാൻ സാധിക്കും. നിങ്ങൾ ചോദിക്കും, നേരത്തെ എനിക്ക് സൗഖ്യം ലഭിച്ചിരുന്നു, ഇപ്പോൾ എന്തുകൊണ്ട് എനിക്ക് സൗഖ്യം ലഭിച്ചില്ല? എന്തുകൊണ്ടെന്നാൽ മനസ്സിലാക്കുക, ഒരു ബിൽഡിങ്, അവിടെ അതിൽ നിന്ന് ഞാൻ ഒരാളെ പുറത്താക്കുകയാണ്, പക്ഷെ അതിൻ്റെ കഥ തുറന്നു കിടക്കുകയാണെങ്കിൽ വീണ്ടും ആ ആൾ അതിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. ആ സത്യത്താൽ നിങ്ങൾ ആ സ്ഥലം നിറയ്ക്കുകയാണെങ്കിൽ, നിങ്ങൾ ആ സത്യത്തെ അവിടെ നിറച്ച് അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാം, ഞാൻ ആദ്യമായിട്ട് അനറക്സിയ രോഗത്തിൽ നിന്ന് ഞാൻ സൗഖ്യം പ്രാപിച്ചപ്പോൾ ഞാൻ ഒരു ക്രിസ്തുവിൽ നിന്നുള്ളവരെ അറിയുന്നില്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് വചനമുണ്ടായിരുന്നു. ഞാൻ വചനം വായിച്ചു. ഞാൻ അത്ഭുതകരമായ രീതിയിൽ ഞാൻ സൗഖ്യം പ്രാപിക്കുവാനിടയായി. എനിക്ക് തന്നെത്താൻ തോന്നി എന്തോ എന്നെ വിട്ടു പോകുന്നതായിട്ട്. കുറച്ച് ദിവസത്തിന് ശേഷം എന്താണ് എനിക്ക് തോന്നിയത് എന്നാൽ ആ ലക്ഷണങ്ങൾ വീണ്ടും എൻ്റെ ശരീരത്തിൽ കാണുന്നതായിട്ട്. ഞാനത് സ്വീകരിച്ചില്ല, ഞാൻ ഉറച്ചു നിന്നു. ആ രോഗം എന്നെ വിട്ടു പോകാനിടയായി. എനിക്ക് റുമത്തോയിറ്റിസം വന്നപ്പോൾ ഞാൻ മനസ്സോടെ ഞാൻ എന്നെ തന്നെ കാണുകയായിരുന്നു. ഞാൻ സംശയിക്കുകയായിരുന്നു എൻ്റെ തിരിച്ചറിവിനെ കുറിച്ചുള്ള കാര്യത്തിൽ. പക്ഷേ ഏത് നിമിഷം ഞാൻ തീരുമാനമെടുത്തുവോ, ഞാൻ വിശ്വസിച്ചു ഈ രോഗം അതെൻ്റെ സ്വഭാവത്തിലില്ല. ഞാൻ വിശ്വസിച്ചു ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. അപ്പോൾ തന്നെ ഞാൻ ഒരു മനസ്സോടെ ആയപ്പോൾ എൻ്റെ തിരിച്ചറിവിനെ കുറിച്ചുള്ള കാര്യത്തിൽ ആ എല്ലാ രോഗങ്ങളും എന്നെ വിട്ടുപോകുന്നത് ഞാൻ കാണുവാനിടയായി. ഞാൻ വചനത്തിൽ സത്യത്തിൽ ഉണർന്നപ്പോൾ ആ രോഗം മാത്രമല്ല, എല്ലാ രോഗങ്ങളും എന്നെ വിട്ടുപോകാനിടയായി. 3 ദിവസത്തിന് ശേഷം വീണ്ടും ആ ലക്ഷണം കാണിക്കാനുള്ളൊരു ശബ്ദം എൻ്റെ ചെവിയിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു,
നീ നിന്റെ സൗഖ്യം നഷ്ടപ്പെടുത്തി. ആ സമയത്ത് ഞാൻ എന്താണ് ചെയ്തതെന്നാൽ, ആ വ്യാജം എൻ്റെ പ്രാണനിലേക്ക് വന്നത്, ഞാൻ ആ സത്യത്തിൽ നിലനിന്നു ദുഷ്ടൻ എൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോവാനിടയായി. നിങ്ങൾക്കറിയാമോ, ഞാനും നിങ്ങളും വചനത്തിൽ വിശ്വസിക്കുക. എന്തുകൊണ്ടെന്നാൽ അതാണ് സത്യം. നിങ്ങൾ ക്രൂശിനെ നിങ്ങളുടെ തിരിച്ചറിവിനെ പോലെ കാണുക. എൻ്റെ മാതാവും പിതാവും എൻ്റെ വല്യപ്പനും വല്യമ്മയ്ക്കും ഈ രോഗി ഉണ്ടായിരുന്നായിരിക്കും, പക്ഷെ ഞാനിപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാണ്. എൻ്റെ രക്തം മാറിയിരിക്കുകയാണ്. ഈ രോഗം എൻ്റെ അവകാശമല്ല. എന്തുകൊണ്ടെന്നാൽ ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വരാൻ തുടങ്ങിയാലും നിങ്ങൾ ആ സത്യത്തിൽ നിലനിൽക്കുക. ഞാൻ വിശ്വസിക്കുന്നു സത്യം ഇതാണ്. എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവ് പിടിച്ചുകൊള്ളുക. അപ്പോൾ ആ വലിയ കാര്യങ്ങളിൽ നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യം വരികയില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്രമത്തിൽ കാണുവാനിടയാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പുത്രത്വത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ആ ബന്ധം എന്ന് പറയുന്നത്, അത് ജനനത്താൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ദുഷ്ടൻ നിങ്ങളുടെ മുകളിൽ ഭാരമിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമോ എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് പുത്രനാകേണ്ട ആവശ്യമുണ്ട്. വ്യാജത്തെ നിങ്ങളുടെ പ്രാണനിൽ വിതയ്ക്കും. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഇതാണ്, നിങ്ങളെല്ലാ സത്യത്തിലും നിങ്ങളെക്കുറിച്ചുള്ളത് നിങ്ങളെ പ്രകടമാക്കിക്കൊണ്ടേയിരിക്കും. അവൻ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഇപ്പോൾ നമ്മൾ ആദമിൽ നിന്നുള്ളവരല്ല, നമ്മൾ സ്വർഗീയ ജാതിയാണ്. ഞാൻ നന്ദി അർപ്പിക്കുകയാണ് സ്വർഗീയ പിതാവിന്. എൻ്റേതായിരിക്കുന്ന ആ തിരിച്ചറിവ് എൻ്റെ പ്രവൃത്തികൾ മൂലമല്ല എനിക്ക് ലഭിച്ചത്, പക്ഷെ ഞാൻ ആയിരിക്കുന്നത് ജനനത്താൽ എനിക്ക് ലഭിച്ച തിരിച്ചറിവാണ്. എൻ്റെ വീണ്ടും ജനനം നടന്നപ്പോൾ എൻ്റെ പഴയ മനുഷ്യനെ ഞാൻ ക്രൂശിൽ കാണുകയാണ്. ആ എല്ലാ അവകാശങ്ങളും പുതിയ മനുഷ്യൻ്റെ ആയിട്ടുള്ളത്, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, യേശു ക്രിസ്തുവിൻ്റെ കൂടെയുള്ളത്, യേശു ക്രിസ്തുവിലാണ് അതെനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ എഴുതിയിരിക്കുകയാണ്, യേശു ക്രിസ്തുവിൽ എല്ലാ വാഗ്ദത്തങ്ങളും ആമേനോട് കൂടെയാണ്. അത് പൂർണ്ണമായിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് പ്രകടമായി അത് കാണുന്നില്ലായിരിക്കാം. നിങ്ങൾ ഭാരപ്പെടാതിരിക്കുക, നിങ്ങൾ വിശ്രമത്തിലായിരിക്കുക. എനിക്ക് ഏറ്റുപറയേണ്ട ആവശ്യമുണ്ട് വീണ്ടും 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 അവകാശം പ്രാപിക്കാൻ വേണ്ടി, അതിനെ സ്വന്തമാക്കുവാൻ വേണ്ടി അല്ല. അത് നിങ്ങളുടേതാണ്. ആ രക്തത്തിലൂടെ നിങ്ങളുടെ ജനനത്താൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണത്. ഒരു സാഹചര്യവും എന്നോട് ഇത് പറയാൻ സാധിക്കുകയില്ല ഏത് അവകാശമാണ് എൻ്റേത് അല്ല എന്നോ. ഞാനിത് എൻ്റേതാണോ എന്ന് വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് രക്തത്താൽ എനിക്ക് ലഭിച്ചിരിക്കുന്നതാണ്. സൂപ്പർമാൻ അവൻ ആകാശത്ത് പറക്കും, അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. അത് കാണാൻ സാധാ മനുഷ്യരെ പോലെ ആയിരിക്കാം, പക്ഷെ അവർ സാധാ മനുഷ്യരെ പോലെയല്ല. പക്ഷേ അവർ എങ്ങനെയാണ് ആകാശത്ത് പറക്കാൻ സാധിക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ അത് അവൻ്റെ സ്വഭാവത്തിലുണ്ട്. ഒരു ഉദാഹരണത്തിൻ്റെ രൂപത്തിൽ ഞാൻ നിങ്ങളോട് ഇത് പറയുകയാണ്. എൻ്റേതായിട്ടുള്ള എല്ലാ ശക്തികളും അവൻ്റെ കൂടെ ഉള്ളത് അതെന്തുകൊണ്ടാണ് എന്നാൽ അതവൻ്റെ സ്വഭാവത്തിലുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ളത് അതൊരു നിയമത്തെ പോലെ കാണുക, ഒരു പ്രമാണത്തെ പോലെയാണ്. നമ്മൾ മറ്റുള്ള പുത്രന്മാരിൽ നിന്നും ഇനി കേൾക്കാൻ പോവുകയാണ്. അത് നിങ്ങളുടെ സ്വഭാവത്തിലുണ്ട്. പിതാവ് ഒരേ ഒരു കാര്യം മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ആ ജീവൻ അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങട്ടെ. അവൻ ആഗ്രഹിക്കുന്നു ഞാനും നിങ്ങളും ഏക മനസ്സോടെ ഏക ചിന്തയോടെ ജീവിക്കുന്നവരാവണം. ഒരു സംശയവുമില്ല. നിങ്ങൾ ഏറ്റുപറയുക, പുത്രൻ ഏക മനസ്സോടെയാണ്. കാരണം ഞാൻ ഒരു മനസ്സോടെ ആയിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ വചനം സത്യമായതുകൊണ്ടാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ ശബ്ദത്തെ മാത്രമാണ് കേൾക്കുന്നത്. ആദമിൻ്റെ ശബ്ദം പിതാവിൽ നിന്നുള്ളതല്ല. അത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാം, ഞാൻ പിതാവിനെ അറിയുന്നു, അതിനെ കഴിഞ്ഞും ഉപരിയായിട്ട് പിതാവിനെ അറിയുന്നു. ഇത് നിങ്ങൾ വളരെ ലളിതമായ രീതിയിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല അത് നിങ്ങളുടേതാക്കുവാൻ വേണ്ടി. എന്തുകൊണ്ടെന്നാൽ അത് മുന്നമേ നിങ്ങളുടേതാണ്. അത് നിങ്ങളെ സത്യം കാണിക്കും. നമ്മൾ സത്യം കാണുമ്പോൾ അത് എൻ്റേതാണ്. ഞാൻ ആ സത്യത്തിൽ വിശ്രമിക്കുവാൻ ഇടയാക്കും. ഒരു ഭാരപ്പെടേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ അതാണ് സത്യം. എൻ്റെ തിരിച്ചറിവിനെ കുറിച്ചുള്ള കാര്യത്തിൽ ഞാൻ എൻ്റെ ചുറ്റിനുമുള്ള സാഹചര്യങ്ങൾ അല്ലെ കാലാവസ്ഥയോട് ഞാൻ എൻ്റെ തിരിച്ചറിവ് എന്താണെന്ന് പറയാൻ അനുവദിക്കുകയില്ല. എൻ്റെ തിരിച്ചറിവ് വചനത്തിൽ നിന്നാണ് വരുന്നത്. പിതാവിനെ കുറിച്ച് പറയുന്നത്, ഒരു പുത്രൻ ഹൃദയം കൊണ്ടാണ് വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിച്ചതിന് ശേഷം നമ്മൾ തന്നെത്താൻ നമ്മുടെ വായിലൂടെ അതിൻ്റെ കാര്യങ്ങൾ ആ ഏറ്റുപറച്ചിൽ വരുവാനിടയാകും. ആ ഏറ്റുപറച്ചിൽ ആ രക്ഷയെ കൊണ്ടുവരുവാനിടയാകും. ഇപ്പോൾ നമുക്ക് ഹെബ്രോനെ നമ്മുടെ ഇടയിലേക്ക് വിളിക്കാം. ഇത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് പ്രിയ ഇവിടെ നിങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്നു കഴിഞ്ഞു. ഇത് പരിശുദ്ധാത്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ അതിൽ എത്ര ഏക മനസ്സോടെ ആയിരിക്കുന്നു. ആ ഏകതയുടെ ആത്മാവ് നമ്മുടെ ഇടയിലുണ്ട്. ഇത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. നമ്മൾ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ നമ്മുടെ നീതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു.
ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ഇത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. ഈ അടിസ്ഥാനം വീണ്ടും വളരെ ശക്തിയുള്ളതാവുകയാണ്. ഈ സത്യത്തിൽ ഉണരുന്നത് ഞാനും നിങ്ങളും പിതാവിന്റെ മുമ്പിൽ നീതിയായിരിക്കുന്നത് എന്റെയും നിങ്ങളുടെയും പ്രവൃത്തികൾ മൂലമല്ല, പക്ഷേ ആ യേശുക്രിസ്തു ക്രൂശിൽ പോയി ചെയ്ത പ്രവൃത്തിയിലൂടെ. നമ്മൾ വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്നും ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വചനത്തിലേക്ക് പോകുകയില്ല, പക്ഷേ അബ്രഹാമിന്റെ ജീവിതത്തെക്കുറിച്ച് നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ ദൈവം അവന്റെ ജീവിതത്തിൽ ചെയ്ത് പഠിക്കാം. ഞാനിത് ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ ഇത് വളരെ ആവശ്യമാണ്. ചിലപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ പുതിയതായിട്ടുള്ളവരുണ്ട്, ഇപ്പോൾ സഭയിലേക്ക് വന്നിരിക്കുന്നവർ. പക്ഷേ ഈ വിഷയം നമ്മൾ തീർച്ചയായും ഇത് പങ്കുവയ്ക്കും. അപ്പോൾ നമുക്ക് അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് നോക്കാം. അത് തുടങ്ങുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 12-ാം അധ്യായത്തിൽ നിന്നാണ്. ആ സമയത്ത് അബ്രഹാമിന്റെ പേര് അബ്രാം എന്നായിരുന്നു. നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും, ദൈവം അബ്രാമിനോട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ ഒരു പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകും, നിന്റെ ഭവനം നിനക്ക് വിടേണ്ടതായിട്ടുണ്ട്. ആ സമയത്ത് അബ്രഹാം 75 വയസ്സുള്ളവനായിരുന്നു. സാറയ്ക്ക് ഏകദേശം അവനെ കഴിഞ്ഞും 10 വയസ്സ് കുറവായിരുന്നു, 65 വയസ്സായിരുന്നു. ദൈവം അബ്രഹാമിന്റെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, നീ നിന്റെ കുടുംബത്തെ വിട്ട് പുറപ്പെടണം, നിന്നിൽ നിന്ന് ഒരു വലിയ ജാതി ഞാൻ ഉത്ഭവിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം അബ്രഹാമുമായി ഒരു വാഗ്ദത്തം ചെയ്യുകയാണ്, ഞാൻ നിന്നെ ഒരു വലിയ ദേശം ആക്കും, ജാതിയാക്കും. ആ സമയത്ത് അബ്രഹാമിന്റെ മക്കളിലായിരുന്നു. 75 വയസ്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 75 വയസ്സ് വളരെ വലിയ പ്രായമാണ്. ആ സമയത്ത് മക്കൾ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ആളുകൾ നമ്മളെ കഴിഞ്ഞും പ്രായമുള്ളവരായിരുന്നു, കൂടുതൽ ആയുസ് അവർക്കുണ്ടായിരുന്നു. എന്നിരുന്നാലും 75 വയസ്സ് എന്നുള്ളത് അത് മക്കൾ ഉണ്ടാകുവാൻ വേണ്ടി അത് അത്ര നല്ല ഒരു പ്രായമായിരുന്നില്ല. പക്ഷെ അബ്രഹാം ദൈവത്തിന്റെ ശബ്ദത്തിൽ വിശ്വസിച്ച് അവന്റെ മുഴുവൻ കുടുംബത്തെയും വിട്ട്, അവന്റെ ഭവനത്തെ വിട്ട് അവനൊരു പരദേശിയായി പോവുകയാണ് അവന്റെ ഭാര്യയുമായിട്ട്. നമുക്ക് വചനത്തിൽ വായിക്കാൻ സാധിക്കും, അബ്രഹാമും സാറയും അവർ മിസ്രൈമിലേക്ക് അവർ എത്തുകയാണ്. അബ്രഹാം അവന്റെ ഭാര്യ സാറയുമായിട്ട് അവർ മിസ്രൈമിൽ എത്തുമ്പോൾ അവൻ്റെ ഭാര്യയോട് പറയുകയാണ്, നീ വളരെ സുന്ദരിയാണ്. ആ സമയത്ത് സാറ 65 വയസ്സുള്ളവളായിരുന്നു. പക്ഷേ നിങ്ങളും പുതിയ നിയമത്തിലാണ്, നിങ്ങളെല്ലാവരും വളരെ സൗന്ദര്യമുള്ളവരാണ്. ആ സമയത്ത് അബ്രഹാം പറയുകയാണ് അവൻ്റെ ഭാര്യയോട്, ഈ കാര്യം പറയുകയാണ്, നമ്മൾ ഈ ദേശത്ത് എത്തുമ്പോൾ നീ പറയണം, നീ എൻ്റെ സഹോദരിയാണ് എന്ന്. നിങ്ങൾക്കറിയാമോ, വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, റോമർ അതിൻ്റെ 4-ാം അധ്യായത്തിൽ ഒരു വചനത്തിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കും, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ആ വിശ്വാസം അവന് വേണ്ടി നീതിയായി കണക്കിട്ടുവെന്ന്. നമ്മൾ പുതിയ നിയമത്തിൽ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അബ്രഹാമിന്റെ പേരിനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ വചനത്തിന്റെ വിഷയത്തിലാണ് കൂടുതലായിട്ടും. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവനെ നീതിയായി കണക്കിടുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും, അബ്രഹാമും സാറയും അവരിവിടെ മിസ്രയീം ദേശത്താണ്. ഇവിടെ അബ്രഹാം വ്യാജം പറയുകയാണ്, നുണ പറയുകയാണ്. അവന്റെ ഭാര്യയോട് പറയുകയാണ്, നീ അവരോട് പറയണം, നീ എൻ്റെ സഹോദരിയാണ് എന്ന്. അതിലൂടെ എൻ്റെ ജീവൻ അത് രക്ഷപ്പെടും. അതിന്റെ അർത്ഥം ഇതാണ്, അബ്രഹാം അവന് വാഗ്ദത്തം ചെയ്തു, ഞാൻ നിന്നിൽ നിന്നൊരു വലിയ ജാതി ഉത്ഭവിപ്പിക്കുമെന്ന്. പക്ഷേ അവന് പൂർണ്ണമായും അത് വിശ്വസിച്ചിട്ടില്ലായിരിക്കാം. ഇവിടെ അവൻ ഭയപ്പെടുകയാണ് അവന്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത്, ജീവനെക്കുറിച്ച് ഓർത്ത്. ഈ കാര്യത്തിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. എന്തുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടുവെന്ന്. അബ്രഹാമും സാറയും മിസ്രൈമിലെത്തുമ്പോൾ അവിടുത്തെ ഫറവോൻ സാറയെ കാണുകയാണ്. അവളെ വളരെ സൗന്ദര്യമുള്ളവളായി കാണുന്നു. അവൻ തിരിച്ച് അവളെ അവൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അബ്രഹാമിൻ്റെ ജീവൻ അവന് കൊടുക്കുകയാണ്. പക്ഷേ ദൈവം ഒരു രോഗത്തെ ഫറവോന്റെ ഭവനത്തിൽ അയക്കുകയാണ്, അവൻ്റെ കുടുംബത്തിലേക്ക്. പിന്നെ ഫറവോനെ നമുക്ക് കാണാൻ സാധിക്കും, നീ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അബ്രഹാമിനോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഞാൻ അറിഞ്ഞില്ല ഇവൾ നിന്റെ ഭാര്യയാണ് എന്ന്. അവനെന്താണ് ചെയ്യുന്നത്, സാറയെ തിരിച്ചയക്കുകയാണ്. അബ്രഹാം സാറയും അവിടെ നിന്ന് പോകുമ്പോൾ ഒരുപാട് സാധനങ്ങളുമായിട്ടാണ് അവർ അവിടുന്ന് പോകുന്നത്. അവരെ ഒരുപാട് ധനവും സമ്പത്തും കൊടുത്തയക്കുകയാണ് അവരോട് കൂടെ. അവിടുന്ന് സാറയും പോകും. നിങ്ങൾ ഒരു പ്രാവശ്യം ചിന്തിച്ചു നോക്കുക, അബ്രഹാം എന്താണ് വ്യാജം പറഞ്ഞു. അവൻ വിശ്വസിച്ചില്ല ദൈവത്തിന്റെ വാക്കിൽ. എവിടെയൊക്കെയോ അവന്റെ ജീവനെ കുറിച്ച് ഓർത്ത് ഭയമുണ്ടായിരുന്നു. അവൻ വ്യാജം പറഞ്ഞു. എന്നിട്ടും
ദൈവം അവനോട് എൻ്റെ മുമ്പേ പോയിട്ട് ആ രോഗത്തെ അവിടെ ഫറവോന്റെ ഭവനത്തിൽ അയക്കുകയാണ്, അവൻ്റെ കുടുംബത്തിൽ അയക്കുകയാണ്. അവിടെ നിന്നും അബ്രഹാമും സാറയും ആ ധനികരായിട്ട് അവിടെ നിന്ന് ആ ദേശത്ത് നിന്ന് പോവുകയാണ്. മുന്നോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉൽപ്പത്തി 15-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും, അബ്രഹാം ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് വരികയാണ്. ആ സ്ഥാനത്താണ് അവൻ. അവിടെ ദൈവം വീണ്ടും അബ്രഹാമുമായി സംസാരിക്കുകയാണ്. അവൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ നിന്നിൽ നിന്ന് ഒരു വലിയ ജാതി ഉത്ഭവിപ്പിക്കുമെന്ന്. അപ്പോൾ അവൻ ചിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എനിക്കൊരു കുഞ്ഞു പോലുമില്ല, ഒരു സന്തതി പോലുമില്ല എന്ന് പറയണം. അപ്പോൾ വീണ്ടും സ്വർഗീയ പിതാവിനോട് ആ വാഗ്ദത്തത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അതിനുശേഷം നമുക്ക് ഉൽപ്പത്തിയിൽ തന്നെ അതിൻ്റെ അടുത്ത അധ്യായത്തിൽ 16-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കാണാം അബ്രഹാമിൻ്റെ ഭാര്യ സാറ അബ്രഹാമിൻ്റെ അടുത്ത് നിന്നിട്ട് പറയുകയാണ്, ദൈവം നിനക്ക് മക്കളെ തരാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അത് എന്നിലൂടെ ആ സന്തതി ഉണ്ടാവുകയില്ല. അവളുടെ ദാസി ഹാഗാറിനെ അബ്രഹാമിൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. ഹാഗാർ അബ്രഹാമിൻ്റെ അടുത്ത് പോകുമ്പോൾ അവൾക്കൊരു സന്തതി ഉണ്ടാവുകയാണ്. പക്ഷേ ദൈവം വാഗ്ദത്തം അബ്രഹാമുമായി ചെയ്തത് ആ വാഗ്ദത്ത സന്തതി അല്ലായിരുന്നു. അത് നമ്മുടെ ബുദ്ധി കൊണ്ടല്ല പൂർണ്ണമാകുന്നത്. അബ്രഹാമിന് സാറയ്ക്ക് തോന്നിക്കാണാം അവർക്ക് ദൈവത്തെ അവർക്ക് സഹായിക്കുകയാണ് ആ വാഗ്ദത്തം പൂർണ്ണമാകുവാൻ വേണ്ടി. പക്ഷെ ദൈവം വാഗ്ദത്തം ചെയ്തത് അത് അബ്രഹാമിന് വേണ്ടിയായിരുന്നു. ആ സന്തതം ഉത്ഭവിക്കുമെന്നുള്ളത് അത് സാറയിൽ നിന്നായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ആ സന്തതി ഉണ്ടാവുകയാണ്, സാറയിൽ നിന്നല്ല. അവരുടെ ദാസി ഹാഗാറിനെ അബ്രഹാമിൻ്റെ അടുത്തേക്ക് അയച്ചിട്ട് ഇപ്പോൾ അബ്രഹാം 99 വയസ്സുള്ളവനായി തീർന്നിരിക്കുകയാണ്. ദൈവം അവനെ പുറത്തേക്ക് വിളിക്കുകയാണ്. അവൻ്റെ സ്ഥലത്ത് നിന്ന് 99 വയസ്സ്, 75 വയസ്സുള്ളപ്പോൾ അവനെ വിളിച്ചതാണ്. ഇപ്പോൾ 25 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അബ്രഹാം 99 വയസ്സുള്ളവനാണ്. ഇപ്പോഴും അവൻ ആ വാഗ്ദത്തത്തെ പൂർണ്ണമായിട്ട് കണ്ടില്ല. അബ്രഹാം 99 വയസ്സുള്ളവനായിരുന്നു, സാറ ഏകദേശം 90 വയസ്സുള്ളവളായിരുന്നു. ആ സമയത്തിന് ദൈവം അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ അവൻ ചിരിക്കുകയാണ്, ഈ പ്രായത്തിൽ ആർക്കെങ്കിലും മക്കളുണ്ടാകുമോ? എന്താണ് എൻ്റെ ഭാര്യ 90 വയസ്സുള്ളവൾ, അവൾക്ക് ഒരു സന്തതി പ്രസവിക്കാൻ സാധിക്കുമോ? ദൈവം പറയുകയാണ്, ഈ 1 വർഷത്തിന് ശേഷം നിനക്ക് വാർത്ത ലഭിക്കുമെന്ന് പറയുകയാണ്. പിന്നെ മുന്നോട്ട് നമുക്ക് കാണാൻ സാധിക്കും 20-ാം അധ്യായത്തിൽ ഉൽപ്പത്തിയിൽ അബ്രഹാം സാറയും ഒരു പുതിയ സ്ഥലത്തേക്ക് എത്തുകയാണ്. ആ സ്ഥാനം ആ രാജാവ് അബിമലേക്കിൻ്റെ കീഴിലുള്ള സ്ഥാനമാണ്. ഇവിടെ വീണ്ടും അബ്രഹാം അവൻ്റെ ജീവിതത്തെക്കുറിച്ച്, ജീവനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അവൻ വീണ്ടും പറയുകയാണ്, വരൂ നമുക്ക് പറയാം, നീ എൻ്റെ സഹോദരിയാണ്, എന്തിനെന്നാൽ എൻ്റെ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. നമുക്ക് കാണാൻ സാധിക്കും ദൈവം അബ്രഹാമുമായി സംസാരിക്കുകയാണ്. മേഘങ്ങളിൽ നിന്ന് അവൻ ദൈവത്തോട് സംസാരിക്കുകയാണ്. ഇതിനെല്ലാം ശേഷവും വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടുവെന്ന്. അപ്പോൾ അബ്രഹാം അബിമലേക്ക് രാജാവിൻ്റെ അടുത്തെത്തിയിട്ട് അവരുടെ വീട്ടിലെത്തുമ്പോൾ രാജാവ് സാറയെ കാണുമ്പോൾ അവൻ നോക്കുമ്പോൾ സാറ അവൻ്റെ കൊട്ടാരത്തിൽ വെക്കുകയാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും സ്വർഗീയ പിതാവ് അബിമലേക്ക് രാജാവിൻ്റെ ഭവനത്തിൽ എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നോ അവരുടെ എല്ലാം ഗർഭത്തെ അടയ്ക്കുകയാണ്, അവിടെ രോഗത്തെ അയക്കുകയാണ്. രാജാവ് അബിമലേക്ക് ഇതെല്ലാം ഈ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ, ഈ രോഗങ്ങളെല്ലാം മഹാരോഗങ്ങൾ വരുന്നത്, ഞാൻ അങ്ങനെ എന്താണ് ചെയ്തത്? അതും അവരും എന്നിട്ട് അബ്രഹാമിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാം, നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല സാറ നിന്റെ ഭാര്യയാണ് എന്ന്? ഇവിടെ അവരുടെ ഒരു തെറ്റുമില്ലായിരുന്നു, അവർക്ക് അറിയുകയില്ലായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാൻ ആഗ്രഹിക്കുന്നു, എങ്ങനെയാണ് ദൈവം അവൻ്റെ പക്ഷത്ത് നിന്ന്, അബ്രഹാമിൻ്റെ പക്ഷത്ത് നിന്ന് അവന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് അവൻ തെറ്റുകൾ ചെയ്യുമ്പോഴും. എന്തുകൊണ്ടെന്നാൽ ദൈവം അബ്രഹാമിനെ നീതിമാനാക്കുകയാണ്. അത് അബ്രഹാം ഒരുപാട് പ്രാവശ്യം തെറ്റുകൾ ചെയ്തിരുന്നാലും നമുക്ക് കാണാൻ സാധിക്കും അത് ദൈവമാണ് വിശ്വാസയോഗ്യനായി ആ വാഗ്ദത്തം പൂർത്തീകരിക്കുവാൻ വേണ്ടി അബ്രഹാമിനോട് ചെയ്തത് പൂർത്തീകരിക്കുന്നത്. നമുക്ക് മുന്നോട്ട് വചനത്തിൽ കാണാൻ സാധിക്കും അതേ രീതിയിൽ രാജാവ് അബിമലേക്കും അബ്രഹാമിനെയും സാറയും അയക്കുകയാണ് അവരുടെ സ്ഥലത്ത് നിന്ന്. വീണ്ടും അവർ എല്ലാ ധനവും സമ്പത്തും എല്ലാമായിട്ട് അവരെ അയക്കുകയാണ്. നിങ്ങൾക്ക് നോക്കുക, അബ്രഹാം തെറ്റ് ചെയ്യുകയാണ്, സ്വർഗീയ പിതാവ് അവനെ രക്ഷിക്കുകയാണ്, ഒരുപാട് ധനവും സമ്പത്തും എല്ലാം കൊടുത്ത് അയക്കുകയാണ്, അതിനോട് കൂടെ അവർ കൊണ്ടുപോവുകയാണ്. മുന്നോട്ട് നമ്മൾ നോക്കുമ്പോൾ സ്വർഗീയ പിതാവ് ആ വാഗ്ദത്തം പൂർത്തീകരിക്കുന്ന കാണാൻ സാധിക്കും. അബ്രഹാമിന് സന്തതി ജനിക്കുന്നു, ഇസഹാക്ക്. മുന്നോട്ട് നമ്മൾ വചനത്തിൽ വായിച്ചു. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ ഇടയിൽ പങ്കുവെച്ചത് എന്നാൽ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ വചനം ആദ്യം കേട്ടപ്പോൾ അതിൽ വിശ്വസിച്ചപ്പോൾ നിങ്ങളുടെ വീണ്ടും ജനനം നടന്നു.
ആ വചനം നമ്മുടെ ഉള്ളിൽ ജീവനുള്ളതായി അത് കിളിർക്കുവാനിടയായി ഞാനും നിങ്ങളും ഒരു മേഖലയിൽ നിന്ന് വേറൊരു മേഖലയിൽ പ്രവേശിച്ചു. ഏത് നിമിഷം നമ്മൾ വിശ്വസിച്ചുവോ, നമ്മൾ അന്ധകാരത്തിന്റെ മേഖലയിൽ നിന്നും വിടുവിക്കപ്പെട്ട് അവൻ നമ്മളെ നമ്മളെ അവന്റെ പ്രിയ പുത്രന്റെ വെളിച്ചത്തിന്റെ മേഖലയിലേക്ക് പ്രവേശിപ്പിച്ചു. ഇത് നമ്മളുടെ അധ്വാനം കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ആണോ നടന്നത്? എന്താണ് സംഭവിച്ചത്? വചനം നമ്മുടെ അടുത്ത് എത്തിയപ്പോൾ നമ്മൾ അതിൽ വിശ്വസിച്ചു. ആ വചനത്തിൽ നമ്മൾ വിശ്വസിച്ചു, യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്, ദൈവം അയച്ചവൻ, മുഴുവൻ മാനവരാശിയുടെയും പാപങ്ങളെ എടുക്കുവാൻ വേണ്ടി. ഏത് നിമിഷം നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുവോ, ആ വിശ്വാസത്തിലൂടെ നമ്മുടെ വീണ്ടും ജനനം നടക്കുകയാണ്. നമ്മുടെ വീണ്ടും ജനനം നടന്നപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിൽ പിതാവിന്റെ നീതിയായി തീരുകയാണ്. ഈ സത്യത്തിൽ ഉണരേണ്ടത് വളരെ ആവശ്യമാണ്. ഏത് നിമിഷം നിങ്ങൾ വിശ്വസിച്ചുവോ, നിങ്ങളുടെ വീണ്ടും ജനനം നടന്നു. ആ വീണ്ടും ജനനത്തിൽ നിങ്ങൾ പിതാവിന്റെ നീതിയായി തീർന്നിരിക്കുന്നു. ആ നീതി അത് എന്നേക്കുമുള്ളതാണ്. നിത്യജീവനിലേക്ക് നിങ്ങളെ ധരിപ്പിച്ചിരിക്കുന്നതാണത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ സത്യത്തിൽ വിശ്വസിച്ചത് കൊണ്ട്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ നിന്റെ കുടുംബത്തെ വിട്ട് പുറപ്പെടുക, ഞാൻ നിന്നിലൂടെ ഒരു വലിയ ജാതി ഉത്ഭവിപ്പിക്കുമെന്ന്. അവൻ അതിൽ വിശ്വസിച്ച് 75-ാം വയസ്സിൽ അവന്റെ കുടുംബത്തെ വിട്ടിറങ്ങി പുറപ്പെടുകയാണ്. ആ സമയമായിരുന്നു അവന് വേണ്ടി അവന്റെ വിശ്വാസം നീതിയായി കണക്കിട്ടത്. അതുപോലെ നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ ഇപ്പോൾ ഞാനും നിങ്ങളും സ്വർഗീയ പിതാവിന്റെ നീതിയാണ്. ഇപ്പോൾ ഒന്നുമില്ല നമ്മളെ നമ്മുടെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ജനനം ഈ മേഖലയിൽ ആണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്വർഗീയ പിതാവിന്റെ മുമ്പിൽ നീതിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്ത പ്രവൃത്തിയിലൂടെ. അത് നമ്മുടെ പ്രവൃത്തികൾ മൂലമല്ല. ആ രക്തം, യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒഴുക്കിയ രക്തം എന്നെയും നിങ്ങളെയും നീതിമാന്മാരാക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ തിരിച്ചറിവ്. ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ നീതിയാകുന്നത് ആ നീതിയുടെ തിരിച്ചറിവ് നിങ്ങൾക്ക് ജനനത്താൽ ലഭിച്ചത് കൊണ്ടാണ്. ഒന്നിനും നിങ്ങളുടെ ഈ തിരിച്ചറിവിൽ നിന്ന് നിങ്ങളെ വേർപെടുത്തുവാൻ സാധിക്കുകയില്ല. ഇതായിരുന്നു കാരണം. അബ്രഹാം ഒരുപാട് പ്രാവശ്യം തെറ്റുകൾ ചെയ്തു, പക്ഷെ എപ്പോഴും അവന്റെ നീതി എന്ന് പറയുന്നത് അവന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അതായിരുന്നു നീതി. അബ്രഹാം ഒരുപാട് പ്രാവശ്യം തെറ്റ് ചെയ്തിട്ടും ദൈവം അവനോട് അവന്റെ കൂടെ നിന്നു. അത് അബ്രഹാമിന്റെ പ്രവൃത്തിയല്ല അവനെ നീതിയാക്കിയത്, അവന്റെ ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നത് ദൈവത്തിന്റെ നീതി. അത് അബ്രഹാമിന് വേണ്ടി ആ എല്ലാ പ്രവൃത്തികളെയും പൂർത്തീകരിച്ചു. ഈ പ്രവൃത്തിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സത്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൽ പിതാവിന്റെ നീതിയാണ് ജനനത്താൽ തന്നെ. ഈ തിരിച്ചറിവ് നമ്മളിൽ നിന്ന് ആർക്കും എടുത്തു കളയാൻ സാധിക്കുകയില്ല. ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ സമയത്ത് നമുക്ക് കാണാം, നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകൾ ഈ പശ്ചിമദേശത്ത് നമുക്കിത് കാണാൻ സാധിക്കും. എങ്ങനെ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം നമ്മുടെ പ്രാണനിൽ പ്രശ്നത്തെ കൊണ്ടുവന്നുവെന്നും ഒരുപാട് അങ്ങനെയുള്ള ആളുകളുണ്ട്, യുവാക്കളുണ്ട്. അവരുടെ തിരിച്ചറിവിനെ സംബന്ധിച്ച് സംശയമുള്ളവർ. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അങ്ങ് ആകുവാൻ വേണ്ടിയിട്ട്. അവരല്ലാത്തതിൽ ആ പ്രശ്നത്തെ നമുക്ക് അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അത് മാറ്റാൻ ആഗ്രഹിക്കുന്നു. അവർ എന്തിൽ ജനിച്ചുവോ ഒരു വ്യത്യാസവുമില്ല. അവർ എത്രയധികം തന്നെത്താൻ മാറ്റുവാൻ ശ്രമിച്ചാലും ഏത് രീതിയിൽ നിങ്ങളുടെ ജനനം നടന്നിരിക്കുന്നുവോ, അത് നിങ്ങൾ നരനോ നാരിയോ ഒരു പുരുഷനോ സ്ത്രീയോ നിങ്ങൾ എന്ത് ചെയ്താലും ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് ജനനത്താൽ ലഭിച്ചിരിക്കുന്നതാണ്. നിങ്ങളൊരു പുരുഷനാണെന്നുള്ളതും ഒരു സ്ത്രീയാണെന്നുള്ളതും ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് ജനനത്താൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതാണ്. എപ്പോഴും ആ പുരുഷനാണ് ആ വിത്ത് ഉത്ഭവിപ്പിക്കുന്നത്, സ്ത്രീയാണ് ആ വിത്തിനെ ഫലത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നു ഈ സത്യത്തിൽ നിങ്ങൾ ഉണരുക. നിങ്ങളുടെയും നീതി അത് ജനനത്താൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതാണ്. ഒരു വസ്തുവുമില്ല നിങ്ങളെ ഈ നീതിയിൽ നിന്ന് വേർപെടുത്തുവാൻ കഴിവുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതിൽ ശക്തിയുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, നിങ്ങളുടെ നീതിയുടെ കാര്യത്തിൽ വിശ്വസിക്കുമ്പോൾ, എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തി ഇത് മാത്രമാണ്. നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ഈ സത്യത്തെ പ്രിയ ഓർമ്മപ്പെടുത്തി എങ്ങനെയാണ് നമ്മൾ ഏക മനസ്സോടെ ഏക ചിന്തയോടെ നടക്കേണ്ടതെന്ന്. അതാണ് സത്യം, വളരെ മഹത്വകരമായത്. നമ്മൾ പഠിച്ചു, ഞാനും നിങ്ങളും ദൈവത്തിന്റെ മുമ്പിൽ നീതിമാന്മാരാണ് നമ്മൾ ചെയ്ത പ്രവൃത്തികൾ മൂലമല്ല, യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്ത പ്രവൃത്തികളിലൂടെ. നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങളോട് എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ചില സാക്ഷ്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഞാൻ ബിലബഡിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഒരു സഭയിലായിരുന്നു. അതൊരു നല്ല സഭയായിരുന്നു. ഒരു സഭ എങ്ങനെ ആയിരിക്കണം അതുപോലെ ആയിരുന്നു. ഞാൻ കുറച്ച് വർഷത്തിന് മുമ്പ് ഞാൻ ആ സഭയിൽ ഒരു വർഷിപ്പ് ടീമിൽ ആയിരുന്നു. എനിക്ക് തോന്നുമായിരുന്നു ഞാൻ ദൈവത്തിന് വേണ്ടി വളരെ എന്തൊക്കെയോ ചെയ്യുന്നു, നല്ലതാണ് എന്ന് എനിക്ക് തോന്നി. എനിക്കറിയാമായിരുന്നു, ഞാൻ നീതിയെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചിരുന്നു.
എനിക്കറിയാമായിരുന്നു നീതി നമ്മുടെ പ്രവൃത്തികൾ മൂലമല്ല എന്ന്. പക്ഷെ എവിടെയൊക്കെയോ നമ്മുടെ ബോധമണ്ഡലത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾക്ക് അങ്ങനെ തോന്നുമായിരുന്നു, നമ്മൾക്ക് നല്ല കാര്യങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാൻ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞാൻ എൻ്റെ കോളേജിൻ്റെ മൂന്നാം വർഷം ഡിഗ്രിയുടെ വളരെ കുറവ് ആളുകളാണ് തോറ്റുപോകുന്നവർ. അത് നമ്മുടെ ഭാരതദേശത്തിൽ വളരെ കുറച്ച് ആളുകളാണ് മൂന്നാം വർഷം തോൽക്കുന്നവർ. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആ റിസൾട്ട് കണ്ടതിന് ശേഷം എനിക്ക് വളരെ ദേഷ്യം തോന്നി. എന്തുകൊണ്ടാണ് ഞാൻ ഫെയിലായ ഒരു സബ്ജക്റ്റിൽ. ഞാൻ ദൈവത്തോട് ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാൻ അങ്ങേക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നു, എന്തെല്ലാം ചെയ്യുന്നു, ഇതെല്ലാം സഭയിൽ ചെയ്തതിന് ശേഷവും നീ എൻ്റെ ജീവിതത്തിൽ എവിടെയാണ്? എനിക്കിങ്ങനെ തോന്നി, ഞാൻ ദൈവത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ചിലപ്പോൾ അവൻ എന്നെ ഇതിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരും. പക്ഷേ അങ്ങനെ നടക്കാതിരുന്നപ്പോൾ എനിക്ക് വളരെ ദേഷ്യം തോന്നി. ഞാൻ തകർന്നു പോയി. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നതെന്നാൽ, പലപ്പോഴും നമ്മൾ സഭയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവാം, നമുക്ക് തോന്നാൻ ഇടയാകും ദൈവത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുവെന്ന്. ഇത് സത്യമാണ്. അതെല്ലാം നിങ്ങൾക്ക് പ്രാപിക്കാൻ സാധിക്കും, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല. ഇത് അറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയാണ്. അതുകൊണ്ട് ഇതിൽ ഉണരുക. ഒരിക്കലും ഒരു പ്രവൃത്തിയും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയാക്കുവാൻ സാധിക്കുകയില്ല. അവൻ്റെ നീതി നിങ്ങൾക്ക് ലഭിച്ചത് ഏത് നിമിഷം നിങ്ങൾ അവനിൽ വിശ്വസിച്ചു അപ്പോഴാണ് ലഭിച്ചത്. നിങ്ങൾ ഒരു മേഖലയിൽ നിന്ന് വേറൊരു മേഖലയിൽ നിങ്ങൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ എല്ലാ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ അവൻ തന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത്, ചിലപ്പോൾ ഞാൻ എൻ്റെ പ്രവൃത്തികൾ മൂലം ഞാൻ ആ കർമ്മത്താൽ ഞാൻ അവൻ്റെ നന്മകൾ പ്രാപിക്കാൻ എനിക്ക് സാധിക്കുമെന്ന്. നിങ്ങളത് ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ജീവൻ നൽകുന്ന ഒരാത്മാവാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ സത്യത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നവരാണ്. എൻ്റെ പ്രവൃത്തിയിൽ ഞാൻ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരുപാട് സമയമായിട്ട് ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ ആ കമ്പനിയിൽ നിന്നും പുറത്തു വരണമെന്ന്. ഒരുപാട് സമയത്തേക്ക് ഞാൻ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഒരുപാട് ഏറ്റുപറച്ചിലുകൾ ഞാൻ നടത്തി. നമ്മൾ പറയുന്നത് പോലെ അവൻ എന്നെ വാലല്ല തലയാക്കിയിരിക്കുന്നു. ഞാൻ എന്നെ തന്നെ നല്ലതായിട്ട് എനിക്കപ്പോൾ തോന്നി. എനിക്ക് നന്നായി തോന്നുവാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഇത് പറയുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്. ഞാൻ നിങ്ങളോട് ഒരു സത്യത്തിൽ ഉണർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വരുവാനിടയാകും. നിങ്ങൾ നിങ്ങളുടെ നീതിയെക്കുറിച്ചുള്ള കാര്യത്തിൽ നിങ്ങൾ വിശ്രമത്തിൽ ഇരിക്കുമ്പോൾ. ബിലവഡ് സഭയിലും എത്രയധികം സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുമോ, നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. എങ്ങനെയാണ് ആ സാക്ഷ്യങ്ങൾ ഉത്ഭവിച്ചത്? നമ്മൾ ആ വിശ്രമത്തിൽ നിലനിന്നപ്പോൾ, ആ സത്യം നമ്മൾ കേട്ടപ്പോൾ, ആ സത്യം പിടിച്ചുകൊണ്ട് നമ്മൾ വിശ്രമത്തിലായിരുന്നപ്പോൾ. അതുകൊണ്ട് ഞാൻ ഈ കമ്പനിയിലായിരുന്നു, ഒരുപാട് സമയമായിട്ട് ആ കമ്പനിയിലായിരുന്നു. ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്കൊരു നല്ല സ്ഥലം ലഭിക്കണമെന്ന്. എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നവർ, എൻ്റെ കൂട്ടുകാർ, ഒരുപാട് പേർ ആ കമ്പനിയിൽ നിന്നും പുറത്തു പോയി വേറുള്ള സ്ഥലങ്ങളിലേക്ക് അവർ പോയപ്പോൾ കാണാൻ അത് നല്ല സാലറി ലഭിക്കുന്നിടമായിരുന്നു, നല്ല പൈസ അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു രീതിയിൽ അതൊരു ദാസത്വത്തിലായിരുന്നു. അവരെ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയുള്ളതായിരുന്നു അത്. എനിക്ക് ഓർമ്മയുണ്ട്, ആ സമയത്ത് ആ സത്യം എൻ്റെ ഉള്ളിൽ ജീവനുള്ളതായി തീർന്നപ്പോൾ. നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും, ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും, ഈ സത്യം ഇതാണ്. ആ സത്യം എൻ്റെ ഉള്ളിൽ ജീവനുള്ളതായി തീർന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, പക്ഷേ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതോ ആ ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താലാണ്. എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ച് തന്നെത്താൻ എനിക്ക് വേണ്ടി നൽകിയവനിൽ. നിങ്ങൾ ഈ സത്യം അറിയുന്നുവെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, മരിച്ചിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനാ നിങ്ങളുമല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത് ചിന്തിക്കേണ്ട ആവശ്യം പോലും വരികയില്ല, ഇത് എന്ത് പ്രവൃത്തിയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ജീവിക്കുന്നില്ല, യേശു ക്രിസ്തുവാണ് നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നത്. ആ കമ്പനിയിൽ ഞാൻ ഏകദേശം 5 വർഷമായി ഞാൻ ജോലി ചെയ്യുകയാണ്. ഈ സത്യം എൻ്റെ ഉള്ളിൽ പ്രകടമായപ്പോൾ, മനസ്സിലായപ്പോൾ, എൻ്റെ പ്രവൃത്തികൾ മൂലം എനിക്കൊന്നും ലഭിക്കുകയില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ക്രൂശിക്കപ്പെട്ടു, യേശു ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഞാൻ അതിൽ വിശ്രമിക്കാൻ തുടങ്ങി. ഞാൻ ഈ സത്യത്തിൽ, യേശു ക്രിസ്തുവാണ് എൻ്റെ ഉള്ളിൽ ഈ ജീവൻ ജീവിക്കുന്നത്. പിന്നെ ഒരു കോൾ എനിക്ക് വരികയാണ്. ഒരു നല്ല കമ്പനിയിൽ നിന്നായിരുന്നു. ഒരു നല്ല സ്ഥാനം ആ കമ്പനിയിൽ എനിക്ക് നൽകുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ എനിക്ക് ആ സാലറി നൽകുന്നില്ലായിരുന്നു ആ സ്ഥാനത്ത് എനിക്ക് കിട്ടേണ്ടിയിരുന്നത്.
അവരെന്നോ 30% എൻ്റെ സാലറിയിൽ പഴയ സാലറി ഞാൻ മേടിച്ചു കൊണ്ടിരുന്നതിൽ നിന്ന് 30% കൂടുതൽ മാത്രം തരാൻ ആഗ്രഹിച്ചിരുന്നു. ഞാനൊരു ധൈര്യം സംഭരിച്ച് ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ സ്ഥാനത്ത് എനിക്ക് ഇത്ര വേണം, അതിൽ കുറവ് ഞാൻ മേടിക്കുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഈ ഒരു കാരണമാണ്, എനിക്ക് ഇത്ര സാലറി വേണം. അതിൻ്റെ HR ആളുകളെ അവിടെ എടുക്കുന്ന ആൾ അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്നത് വളരെ കൂടുതലാണ്, ഇതൊരിക്കലും നടക്കുന്ന കാര്യമല്ല, ഇതിനു മുമ്പ് ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല, നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ മറന്നു കളയുക. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് മുഴുവൻ 100% ഉയർച്ച വേണം, എൻ്റെ പഴയ സാലറിയിൽ നിന്നാണ്, ഞാൻ അങ്ങനെയാണ് ചോദിച്ചത്. അവർ പറഞ്ഞു, ഇങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല, ഇതുവരെ ആർക്കും 100% ഉയർത്തി കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് മുന്നോട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു, എനിക്ക് ഇത്ര സാലറി വേണം, അതിൽ കൂടുതലൊന്നുമില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങൾ വേറെ എവിടെയെങ്കിലും ജോലി നോക്കിക്കോളാൻ പറഞ്ഞു എന്നോട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ നീതിയെക്കുറിച്ച് ഉണരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങളുടെ പുറകെ ഓടുന്നത് നിർത്തുവാൻ ഇടയാകും. അബ്രഹാം സന്താനത്തെ പ്രാപിക്കുവാൻ വേണ്ടി അവൻ വേറൊരു വഴി തിരഞ്ഞെടുത്തു. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന് എൻ്റെയും നിങ്ങളുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല, അവനാണ് എന്നെയും നിങ്ങളെ സഹായിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിശ്രമത്തിലായിരിക്കുക. സത്യത്തിൽ നിങ്ങളായിരിക്കുന്നതിൽ ഞാൻ തീരുമാനമെടുത്തു. ഈ വചനത്തിൽ അധിഷ്ഠിതമായിരുന്നു. ഞാൻ നല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. യേശു ക്രിസ്തുവിന് 100% ഉയർച്ച ലഭിക്കും. ഒരു മാസം കഴിഞ്ഞു, ആ കമ്പനിയിൽ നിന്ന് ഒരു കോളും എനിക്ക് വന്നില്ല. ഞാനത് മറന്നുപോയി ആ വിഷയത്തെക്കുറിച്ച്. ഞാൻ എൻ്റെ ദിവസങ്ങൾ സാധാരണ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. ഏകദേശം ഒരു മാസത്തിന് ശേഷം അവരെന്നെ വിളിക്കുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, ഞങ്ങൾ നിൻ്റെ അതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു, അതിന് ഞങ്ങൾ തയ്യാറാണെന്ന് പറയുകയാണ്. ഞങ്ങൾ നിനക്ക് മുഴുവൻ 100% ഹൈപ്പ് തരാം, നീ ചോദിച്ചത് തരാം, മറ്റുള്ള കാര്യങ്ങളെല്ലാം നീ ചോദിച്ചത് ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറയുകയാണ്. ഇതേ രീതിയിൽ ഇതൊരു പ്രമാണമായിട്ടായിരുന്നു. സത്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ സത്യത്തിൽ വിശ്വസിക്കണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ യേശു ക്രിസ്തുവിൽ സ്വർഗീയ പിതാവിൻ്റെ നീതിയാണ്. നിങ്ങളുടെ ജനനം നീതിയിലാണ് നടന്നിരിക്കുന്നത്. നിങ്ങളുടെ ജനനം എന്ന് പറയുന്നത് അത് നീതിയായിട്ടാണ് നടന്നിരിക്കുന്നത്. നിങ്ങളുടെ ജനനം വിശുദ്ധിയിലാണ് നടന്നിരിക്കുന്നത്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ ജനനം അത് മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾ ആരാണ് എന്നുള്ളത് നിങ്ങൾക്കിനി മാറ്റുവാൻ സാധിക്കുകയില്ല. വചനത്തിൽ നമുക്ക് കാണാം, മത്തായി 5:17 നമ്മൾ കണ്ടു. പ്രിയ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അവിടെ 33-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, മുമ്പേ അവൻ്റെ രാജ്യവും നീതി മനുഷ്യപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. എൻ്റെ പാഷൻ ട്രാൻസ്ലേഷൻ അതിൻ്റെ ഇംഗ്ലീഷിലുള്ള വളരെ ഇഷ്ടമാണ്. ഈ കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ അതെല്ലാം തന്നെ നിനക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഈ ലോകത്തിൻ്റെ വസ്തുക്കൾ, അന്യജാതികൾ എന്തിൻ്റെയൊക്കെ പുറകെ ഓടുന്നുവോ, വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, സ്വർഗീയ പിതാവ് നിങ്ങൾക്കിതെല്ലാം ആവശ്യമെന്ന് മുന്നമേ അറിയുന്നു, പക്ഷെ ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. എൻ്റെയും നിങ്ങളുടെയും നീതിയല്ല, അവൻ്റെ നീതി നിങ്ങൾ അന്വേഷിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെയും നിങ്ങളുടെയും ജനനം നീതിയിലാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഹൃദയത്തെ, മനസ്സിനെ, നമ്മുടെ ചിന്തകളെ ആ സത്യത്തിൽ പുതിയതാക്കണം. ആ നീതി നമ്മുടെ പ്രവൃത്തികൾ മൂലമല്ല നമ്മൾക്ക് ലഭിക്കുന്നത്, നമ്മൾ ജനനത്താൽ അത് പ്രാപിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവിൽ പിതാവിൻ്റെ നീതിയാകുമ്പോൾ ചിലപ്പോൾ ചോദ്യം വരാം, എന്തുകൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത് അത് പ്രാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? മർക്കോസിന്റെ സുവിശേഷത്തെ 4-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. യേശു ക്രിസ്തു വിശ്വാസത്തെക്കുറിച്ച് ഒരു കടുകുമണിയോട് ഉപമിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം ഒരു കടുകുമണിയോളമാണ് എങ്കിൽ നിങ്ങൾ ഈ മലയോട് നീ കടലിൽ പോയി വീഴുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമെന്ന് പറയുകയാണ്. അതിനെക്കുറിച്ച് സംശയിക്കാതെ പറയണം, അപ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. ആ സംശയം എന്നുള്ള വാക്ക് അതിന് വേറൊരർത്ഥമുണ്ട്, ഇരുമനസ്സ്. ഞാനും നിങ്ങളും ഇന്ന് ഇരുമനസ്സോടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എങ്കിൽ ദൈവത്തിൽ നിന്ന് നമുക്കൊന്നും പ്രാപിക്കാൻ സാധിക്കുകയില്ല. ഈ കാര്യമാണ് നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇരുമനസ്സോടെയുള്ള ഒരു വ്യക്തി അവർ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കരുത്. ഇരുമനസ്സുള്ളവർക്ക് അവരുടെ തിരിച്ചറിവിനെക്കുറിച്ച്, അവരുടെ നീതിയെക്കുറിച്ച്, അതുകൊണ്ട് ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ഞാനും നിങ്ങളും ഏക മനസ്സുള്ളവരായിരിക്കും. നിങ്ങളുടെ തിരിച്ചറിവിനെക്കുറിച്ചോ നിങ്ങളുടെ നീതിയെക്കുറിച്ചുള്ളതിൽ, നിങ്ങൾ നിങ്ങളുടെ നീതിയെക്കുറിച്ചുള്ള വിഷയത്തിൽ ഏക മനസ്സോടെ ആയിരിക്കുന്നുവെങ്കിൽ എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും. ഈ വെളിപ്പാടിനോട് കൂടെ, ഈ സത്യത്തോടു കൂടെ ഞാൻ ഇന്നിവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എപ്പോഴും അറിയുക, യേശു ക്രിസ്തുവിൽ നിങ്ങൾ പിതാവിൻ്റെ നീതിയാണ്. ആമേൻ.
മുന്നോട്ടുള്ള സമയം ഞാൻ ഗീതുവിന് നൽകുകയാണ്. ഗുഡ് മോർണിംഗ് ബിലവഡ്. എൻ്റെ ചിന്തയാണ്, ഒരുപാട് ഏകതകൾ, ഐക്യം ഇന്ന് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഒരേ മനസ്സോടെ ഒരേ ചിന്തയോടെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ജീവിതത്തിൽ അത് എന്ത് സാഹചര്യമാണെങ്കിൽ പോലും അതിലെല്ലാം നമ്മൾ പുത്രൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കാണുക. ഒരു പുത്രൻ ഒരു പുതിയ സൃഷ്ടിയാണ്. ഞാനും നിങ്ങളും നമ്മൾ നീതിയാണ് യേശു ക്രിസ്തുവിൽ. അത് നമ്മുടെ നീതിയല്ല, അവൻ്റെ നീതി. വരും നമുക്ക് വചനത്തിലേക്ക് പോകാം. നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ അതിൻ്റെ 15-ാം അധ്യായം 45-ാം വാക്യം. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം യേശു ക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവായി. അതുകൊണ്ട് ഒരു പുത്രൻ അവൻ ജീവൻ നൽകുന്ന ആത്മാവാണ്. എത്രയധികം നമ്മൾ നൽകുന്നുവോ അത്രയധികം നമുക്ക് പ്രാപിക്കുവാനും സാധിക്കും. എന്തുകൊണ്ടെന്നാൽ കൊടുക്കുക എന്നതും ഗ്രഹിക്കുക, സ്വീകരിക്കുക എന്നതും തിരിച്ച് അത് ഒരേ പ്രവൃത്തിയാണ്. ഈ വചനം ജീവൻ നൽകുന്ന ആത്മാവ് ഞാനും നിങ്ങളുമാണ് എന്നുള്ളത് വളരെ സത്യമായിരുന്നു എനിക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിൽ, ബന്ധത്തിൻ്റെ മേഖലകളിൽ. ഇത് സത്യത്തോടു കൂടെ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഞാനും നിങ്ങളും പുത്രന്മാരാണ്, നമ്മൾ ജീവൻ നൽകുന്ന ആത്മാവാണ്. അതുകൊണ്ട് ഇന്നത്തെ വിഷയം എന്തിനെക്കുറിച്ചാണോ ഞാൻ നിങ്ങളോട് കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ അത് ബന്ധത്തെക്കുറിച്ചാണ്. പ്രധാനമായും വിവാഹത്തിൽ ബന്ധം, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടിയുള്ളതും. നമുക്ക് ഉൽപ്പത്തിയിൽ വായിക്കാൻ സാധിക്കും, ഭർത്താവ് ഭാര്യയും അവർ വിവാഹത്തിന് ശേഷം ഒന്നായി തീരുകയാണ്. അവർ ഒരാത്മാവാകുകയാണ്. ദൈവം അവരെ രണ്ടായിട്ടല്ല, അവരെ ആ ഐക്യത്തിലാണ് കാണുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3:28 നമുക്ക് വായിക്കാൻ സാധിക്കും. ഇവിടെ എഴുതിയിരിക്കുകയാണ്: അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ. അതിൻ്റെ അർത്ഥം, ഈ ശരീരം, ഇതിൽ നമ്മൾ ജീവിക്കുന്നത്, ഇതൊരു നമ്മുടെ ആത്മാവിൻ്റെ ഒരു ഭവനമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ എത്ര പേർ വീണ്ടും ജന്മം പ്രാപിച്ച പുത്രന്മാരുണ്ടോ അവരെല്ലാം ആത്മാക്കളാണ്. നമ്മൾ ഒരാത്മാവാണ് യേശു ക്രിസ്തുവിനോട് കൂടെ. നമുക്ക് നോക്കാം, ഒരു വിവാഹത്തിൽ, ഒരു ബന്ധത്തിൽ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഇടയിൽ അത് എങ്ങനെയുള്ള ബന്ധമാണ്? നിങ്ങൾ സ്വർഗീയ പിതാവിൽ നിന്ന് ജീവൻ പ്രാപിക്കുന്നു, നിങ്ങൾ ജീവൻ നൽകുന്ന ആത്മാവായിത്തീരുന്നു. അതുപോലെ ഒരു ഭാര്യയാണെങ്കിൽ ആ ഭാര്യ ജീവൻ പ്രാപിക്കുന്നത് സ്വർഗീയ പിതാവിൽ നിന്നാണ്. ആ ജീവൻ അവളുടെ ഭർത്താവിന് നൽകുന്നു. ആ യേശു ക്രിസ്തുവാണ് ഒരു വിവാഹത്തിൽ കേന്ദ്രമായിരിക്കുന്നത്. അവനാണ് ഇടയിലുള്ളത്. ഇതാണ് എൻ്റെ സിദ്ധാന്തം, എൻ്റെ ബന്ധത്തിൽ ഉള്ള എൻ്റെ രീതി. ഈ ഒരു വിവാഹമാണ് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ യേശു ക്രിസ്തുവാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളത്, കേന്ദ്രമായിരിക്കുന്നത്. എന്താണ് ആ വിവാഹത്തിൽ? ഒരാൾ ക്രിസ്തുവിനെ അറിയുന്നയാളും മറ്റൊരാൾ അറിയുന്നില്ല എങ്കിൽ നിങ്ങളായിരിക്കും ജീവൻ നൽകുന്ന ആത്മാവാകുന്നത്. യേശു ക്രിസ്തു നിങ്ങളെ ഉപയോഗിക്കും ആ ജീവൻ പങ്കുവയ്ക്കുവാനായിട്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ സാക്ഷ്യത്തിൽ എങ്ങനെയാണ് ഞാൻ യേശു ക്രിസ്തുവിലേക്ക് വന്നതെന്നും ഞാൻ ആ പുനരുദ്ധാന ജീവനെ എൻ്റെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നതായി ഞാൻ കണ്ടു. അതിൽ ഏറ്റവും അത്ഭുതകരമായ മേഖല അത് എൻ്റെ ജോലിയുടെ മേഖലയായിരുന്നു. എനിക്ക് വേണ്ടി എൻ്റെ ജോലി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്, അതിൻ്റെ തുടക്കം, അതിൻ്റെ ഉയർച്ച എനിക്ക് ലഭിച്ചത് അങ്ങനെയായിരുന്നു. അത് ഇതുപോലെ ഒരു സമ്മാനം, ഒരു ദാനം ലഭിച്ചതുപോലെയായിരുന്നു. എനിക്കൊരു അവസരം ലഭിച്ചു. അതിലൂടെ ഞാനൊരു മെഡിക്കൽ സെൻറ്റർ തുടങ്ങുവാനായിട്ട്. അതിലൂടെ എൻ്റെ ഭർത്താവിൻ്റെയും ആഗ്രഹമായിരുന്നു എന്തെങ്കിലും സ്വന്തമായി ചെയ്യണമെന്നുള്ളത്. അദ്ദേഹത്തിനും എനിക്ക് ആ ജീവൻ നൽകുന്ന ഒരു ആത്മാവാക്കി എന്നെ മാറ്റി. അവർക്കും ഉയർച്ച ഉണ്ടായി. ആദ്യ ദിവസം തന്നെ അവരുടെ ജോലി തുടങ്ങിയപ്പോൾ, പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പ്രാപിച്ച ജീവൻ പരിശുദ്ധാത്മാവിലൂടെ യേശു ക്രിസ്തുവിൽ നിന്ന്, ആ ജീവൻ ഞാൻ മുന്നോട്ട് അദ്ദേഹത്തിനും നൽകി. അതുപോലെയാണ് ഒരു നല്ല വിവാഹ ബന്ധം മുന്നോട്ട് പോകുന്നത്. ഇത് നമ്മുടെ പ്രവൃത്തിയുടെ സാക്ഷ്യം മാത്രമല്ല, നമ്മുടെ ഭവനത്തിലും. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ ഭവനത്തിൽ ഇപ്പോൾ എൻ്റെ ഭർത്താവ് വിശ്വസിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ സത്യം ഇതുവരെ അദ്ദേഹത്തിന് പ്രകടമായിട്ടില്ല. യേശു ക്രിസ്തുവിൽ ഒരു പുത്രന് വേണ്ടി എല്ലാ കാര്യങ്ങളും സാധ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഭാര്യ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അമ്മയായിരിക്കാം, ഒരു ഡോക്ടറായിരിക്കാം,
നിങ്ങൾ അതെല്ലാം കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. ഭവനത്തിലും നിങ്ങൾ ജീവൻ നൽകുന്ന ആത്മാവായിരിക്കും. എനിക്ക് എൻ്റെ ഭർത്താവിനെ ഞാൻ കാണാറുണ്ട്, വളരെ ആകർഷിക്കപ്പെട്ട് ഈ ജീവന് വേണ്ടി കടന്നു വരുന്നത് ഞാൻ കാണാറുണ്ട്. ആ ആകർഷണം ഞാൻ ശാരീരികമായ രീതിയിൽ മാത്രമല്ല പറയുന്നത്, അത് യേശു ക്രിസ്തു എൻ്റെ ഉള്ളിലുള്ളത്, ആ ജീവൻ യേശു ക്രിസ്തുവിൻ്റെത്, അത് കണ്ടിട്ടാണ് ആകർഷിക്കപ്പെട്ട് വരുന്നത്. എന്തുകൊണ്ടെന്നാൽ ഗീതാഞ്ജലി യേശു ക്രിസ്തുവുമായി ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. അവൻ വരുന്നത് എൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും ചോദിക്കാൻ വരുന്നത് ബുദ്ധിയെക്കുറിച്ചാണെങ്കിലും അറിവിനെക്കുറിച്ചാണെങ്കിലും അധിക ഉത്സാഹത്തോടെ, നിരാശയിലാണെങ്കിലും ആശ തിരിയാനാണെങ്കിലും അതേ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഞാൻ അദ്ദേഹത്തെ വളരെയധികം ഉത്സാഹിപ്പിച്ചു പുതിയ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കറിയാം പലപ്പോഴും ഞങ്ങൾ ബിസിനസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, അതിനെക്കുറിച്ച് മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ട്. പക്ഷെ എനിക്കറിയാം, വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തിയെ അനുഗ്രഹിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ആവർത്തന പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും സ്ക്രീനിലും. ആവർത്തന പുസ്തകം അതിൻ്റെ 28:8 ഇവിടെ എഴുതിയിരിക്കുകയാണ്, യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. ഈ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ടും കാണാൻ സാധിക്കും. നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തി അനുഗ്രഹിക്കപ്പെടും. നമ്മൾ കടം വാങ്ങുന്നവരല്ല, നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്നവരായിരിക്കും, ധനം നൽകുന്നവരായിരിക്കും. ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ജോലിയുടെ തുടക്കം ചെയ്യുമ്പോൾ ഞാൻ ഈ കാര്യം വെച്ച് പറയാറുണ്ട്, യേശുവേ അങ്ങാണ് ഈ ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് ഒരിക്കലും അത് അനുഗ്രഹം പ്രാപിക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, വരും നമുക്ക് തുടങ്ങാം. ദൈവമാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത് എന്ന്. ഞങ്ങൾ എത്ര പ്രാവശ്യം അങ്ങനെ തുടങ്ങിയിട്ടുണ്ടോ, അതവിടെ നടന്നിട്ടുണ്ട്. ഞാൻ ആ ഉയർച്ചയെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും വീണ്ടും വളരെ ഉത്സാഹത്തോടെ എൻ്റെ അടുത്തേക്ക് വരാറുണ്ട്. ഒരു പ്രാവശ്യം എങ്ങനെയായിരുന്നു, ഒരു ഇൻഷുറൻസ് കമ്പനി ഉണ്ടായിരുന്നു. അവർ ശ്രമിച്ചു ഞങ്ങളെ അകപ്പെടുത്തുവാനായിട്ട്, ഞങ്ങളെ പറ്റിക്കുവാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് ലളിതമായ ഒരു സാഹചര്യമായിരുന്നു. അവർക്ക് പൈസ തരണമായിരുന്നു ഞങ്ങൾക്ക്, എന്തിനു വേണ്ടി ഞങ്ങൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ. അവർ അത് പറ്റില്ല എന്ന് പറഞ്ഞു. അവർ വളരെ കുറച്ച് പൈസ മാത്രം ഞങ്ങൾക്ക് തന്നു. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, വരും നമുക്ക് ഇത് കോർട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന്. അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി, നമുക്ക് പൈസ ഇറക്കേണ്ടി വരും ഞാൻ പറഞ്ഞു, ഇല്ല, ഞാനും നിങ്ങളും ഈ കേസിൽ ജയിക്കും. എന്തുകൊണ്ടെന്നാൽ അത് യേശുവാണ് അതിനെ പിന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഞാൻ അത് കേസ് ചെയ്തപ്പോൾ ഞങ്ങൾ ആ കേസ് ജയിക്കുവാനിടയായി. എൻ്റെ ഭർത്താവ് ആ സത്യം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എങ്കിലും, പക്ഷേ ഞാൻ ആ സത്യത്തെ അറിയുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങനെയാണ് ഓരോന്നും മുന്നോട്ട് പോകുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങളാണ് ജീവൻ നൽകുന്ന ആത്മാവ്. ഒരുപാട് വലിയ സമയത്തേക്ക്, നീണ്ട സമയത്തേക്ക് ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ ഒരുപാട് സമയം വരെ ഞാൻ അങ്ങനെ ഒരു വിശ്വാസിയായിരുന്നു. ഞാൻ ഒളിച്ചൊളിച്ച് ഞാൻ മീറ്റിങ്ങുകളിൽ പോകുമായിരുന്നു. തുടക്കത്തിൽ ഞാൻ തീർച്ചയായും എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ചർച്ചിൽ പോകുന്നുവെന്ന്, ഞാൻ മീറ്റിങ്ങിൽ പോകുന്നുവെന്ന്. അതിൽ ഒരു പ്രത്യുത്തരം ലഭിച്ചതിൽ ഞാൻ പുറകോട്ടായിപ്പോയി. എന്തുകൊണ്ടെന്നാൽ ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് അതുകൊണ്ട് നിർത്തി. ഞാൻ ഒളിക്കുവാൻ തുടങ്ങി, ഞാൻ മറച്ചു വയ്ക്കുവാൻ തുടങ്ങി. ഞാൻ ഭയപ്പെട്ടു പോയിരുന്നു. ഞാൻ മടുത്തു അങ്ങനെ ഒളിച്ചൊളിച്ചു പോകുന്നതും. ഞാൻ ഒളിച്ച് എൻ്റെ ബൈബിൾ വെക്കുന്നു, ഞാൻ മീറ്റിങ്ങിൽ പോകുന്നു, ഒളിപ്പിക്കുന്നു. ഞാൻ പിന്നെ ആ സത്യത്തെ കാണുവാനിടയായി. ആ സദൃശ്യവാക്യത്തിൻ്റെ 28:1 എഴുതിയിരിക്കുന്നത്, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു എന്നുള്ളത്. വേറൊരു സത്യമുണ്ട് ഇതിന് ശേഷം. അതിൽ ഞാൻ ഉണർന്നത് ഇതായിരുന്നു, നമ്മുടെ വചനം അത് ജീവനും ആത്മാവുമാണ്. ഞാൻ ഈ സത്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പറയും, ഞാൻ ഒരു സിംഹത്തെ പോലെ ധൈര്യമുള്ളവളാണ്, എൻ്റെ വചനം ജീവനും ആത്മാവുമാണ്. ഒരു ദിവസം ഞാൻ ധൈര്യമായിട്ട് ഞാൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ചർച്ചിൽ പോവുകയാണെന്ന്. ഇപ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഉത്തരം ഓക്കെ എന്നായിരുന്നു. ഞാൻ തുടങ്ങി, ഞായറാഴ്ച ആരാധനകൾ വരാൻ തുടങ്ങി. പിന്നെ അത് ഞായറാഴ്ചയും ബുധനാഴ്ചയുമായി ഇപ്പോൾ എവിടെയൊക്കെ മീറ്റിംഗ് ഉണ്ടോ ഞാൻ അതിന് പോകാറുണ്ട്. ഈ സത്യം ആ ഒരു ക്ഷണത്തേക്ക് മാത്രമായിരുന്നില്ല, ആ ക്ഷണം മുതൽ എല്ലാ മേഖലയിലും ഞാൻ എന്നെ തന്നെ ധൈര്യമുള്ള ഒരു സിംഹത്തെ പോലെ, ബാലസിംഹത്തെ പോലെ ധൈര്യമുള്ളവളായി കണ്ടു. എല്ലാ സ്ഥലങ്ങളിലും ഞാൻ എൻ്റെ സുവിശേഷത്തെ അറിയിച്ചു. എൻ്റെ കുടുംബത്തിലെ എല്ലാവരോടും, ആരെയൊക്കെ ഞാൻ കണ്ടുപോ അവരോടെല്ലാം ഞാൻ സുവിശേഷം അറിയിച്ചു. അതിനുശേഷം വളരെ അത്ഭുതകരമായ രീതിയിൽ ചെറിയ സമയം കൊണ്ട് വളരെ രക്ഷയുടെ അനുഭവങ്ങൾ എൻ്റെ കുടുംബത്തിൽ ഞാൻ കണ്ടു.
എൻ്റെ സഹോദരി അവൾ രാജ്യത്തേക്ക് വന്നു, എൻ്റെ സഹോദരൻ, എൻ്റെ മകൻ. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ എൻ്റെ ഉള്ളിൽ സുവിശേഷത്തെ പ്രതി ഒരു ഭയവുമില്ലായിരുന്നു. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ച് അവിടെ പ്രഖ്യാപിച്ചു. സിംഹത്തെ പോലെ ധൈര്യമായിരിക്കാൻ നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് ബന്ധത്തിൽ ധൈര്യമായിരിക്കാൻ ഒരു സിംഹത്തെ പോലെ നമ്മൾ പഠിച്ചു. നിങ്ങൾ പറയാൻ തുടങ്ങുക, നിങ്ങൾ ജീവൻ നൽകുന്ന ആത്മാവാക്കുക. ഒരു വ്യത്യാസവുമില്ല അതിൻ്റെ വിപരീതമായ എന്ത് ആണോ സംഭവിക്കുന്നത് എന്നുള്ളത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ വചനത്തിലാണ് ശക്തിയുള്ളത്. അത് ഏത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ അയക്കപ്പെടുന്നത് ആ ഉദ്ദേശം പൂർണ്ണമാക്കിയേ അത് തിരിച്ചു വരികയുള്ളൂ. ഈ സത്യം നമ്മൾ പഠിച്ചത് ഇത് പ്രാവർത്തികമാകുന്നത് എൻ്റെ ജോലിയുടെ മേഖലയിലുമാണ്. അത് നിങ്ങളുടെ വ്യാപാരത്തിലാണെങ്കിലും, നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരുപാട് സമയമായിട്ട് നിങ്ങൾ പോകുക. നിങ്ങളൊരു ബാലസിംഹത്തെ പോലെ ധൈര്യമായി അത് തുടങ്ങുക ആ ജോലി. എന്തുകൊണ്ടെന്നാൽ ആ ക്രിസ്തുവാണ് ആ കാര്യം പൂർത്തീകരിക്കുന്നത്. ആമേൻ. ഇപ്പോൾ നമ്മൾ പഠിച്ചു, നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ വിശ്വാസത്തിലല്ല എങ്കിൽ നിങ്ങൾക്കിങ്ങനെ പറയാൻ സാധിക്കും, അവർ വിശ്വസിക്കുന്നില്ല, അവരെ വാക്ക് കേൾക്കുന്നില്ല, ഇതങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിൽ നിന്നൊരു വ്യത്യാസവുമില്ല. നിങ്ങളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് നിങ്ങൾ ജീവൻ ഏറ്റു പറയുക, നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്താതിരിക്കുക, നിങ്ങൾ ജീവൻ മാത്രം നൽകുക. എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, 1 കൊരിന്ത്യർ അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. ഇവിടെ നോക്കുക, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും വിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടുമിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും, ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു. വിശുദ്ധർ എന്നുള്ളതിൻ്റെ അർത്ഥം വേർപെട്ടവർ എന്നാണ്. അതിൻ്റെ അർത്ഥം ആ ഭാര്യയോ ഭർത്താവോ വിശ്വസിക്കുന്നുവെങ്കിൽ അവരിലൂടെ അവർ അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല. പിതാവാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമാക്കുന്നത്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. കൊലോസിയർ അതിൻ്റെ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ നിങ്ങളെല്ലാം ഉത്സാഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ഈ സത്യത്തിൽ നിങ്ങൾ വിശ്രമത്തിലായിരിക്കുക. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ സർവത്തിന് മുമ്പേയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. നിങ്ങളുടെ വിവാഹം അത് നിലനിൽക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. ആ യേശു ക്രിസ്തുവാണ് നിങ്ങളുടെ വിവാഹത്തെ നിലനിർത്തുന്നത്. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വ്യഭിചാരം എന്ന് പറയുന്നത് അത് ശാപത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും, ഹൗവയെ ശപിച്ചപ്പോൾ നീ നിന്റെ ഭർത്താവിനെ ആഗ്രഹിക്കും, പക്ഷെ നിന്റെ ഭർത്താവ് നിന്റെ മുകളിൽ വാഴുമെന്ന് പറയുകയാണ്. ആവർത്തനത്തിൻ്റെ 28-ന്റെ 30-ലും എഴുതിയിരിക്കുകയാണ്, നീ ഒരു സ്ത്രീയെ വിവാഹത്തിന് നിയമിക്കും, മറ്റൊരുത്തൻ അവളെ പരിഗ്രഹിക്കും. ഇത് ശാപത്തിൻ്റെ ഭാഗമാണ്. ആ ശാപത്താൽ നിന്നും നമ്മൾ മുന്നമേ പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആ ശാപം എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും അവകാശമല്ല. എൻ്റെയും നിങ്ങളുടെയും അവകാശം എന്ന് പറയുന്നത് അത് വിശ്വാസയോഗ്യതയാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഹെബ്രോനും ഇപ്പോൾ അത് നമ്മുടെ കൂടെ പങ്കുവെച്ചു. നമുക്ക് കാണാൻ സാധിക്കും 2 പ്രാവശ്യം അബ്രഹാം സ്വന്തം ഭാര്യയെ അവനിൽ നിന്ന് ദൂരത്താക്കി അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷേ ആരായിരുന്നു അവൻ്റെ ഭാര്യയെ വിശുദ്ധയാക്കി വെച്ചത്? അത് സ്വർഗീയ പിതാവായിരുന്നു അവളെ വിശുദ്ധയാക്കി വെച്ചത്. അബ്രഹാമിന് അതിലൊരു കയ്യുമില്ലായിരുന്നു. നമ്മുടെ സ്വർഗീയ പിതാവാണ് സാറയെ വിശുദ്ധമാക്കിയത്, തിരിച്ച് അബ്രഹാമിൻ്റെ അടുത്തേക്ക് അയച്ചതും. ഇതാണ് എൻ്റെയും നിങ്ങളുടെയും അവകാശം എന്ന് പറയുന്നത്. നമുക്ക് ജനനത്താൽ നമ്മളോട് കൂടെ ലഭിച്ചിരിക്കുന്നത്. മുന്നോട്ട് നമുക്ക് ബന്ധങ്ങളെക്കുറിച്ച് കുഞ്ഞുങ്ങളുമായിട്ടുള്ളത് അത് നമുക്ക് നോക്കാം. എനിക്ക് 2 മക്കളാണ്. അവരുടെ മുകളിൽ ഞാനിത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, അതിൽ അധിഷ്ഠിതമായിരിക്കുന്നു. ഞാൻ അവരോട് ആദ്യം ഒരു പുത്രൻ്റെ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ്, അതിനുശേഷം ഒരു അമ്മയെപ്പോലെ. ഏറ്റവും ആദ്യം ഒരു പുത്രൻ്റെ തിരിച്ചറിവിലൂടെ. ഒരു പുത്രൻ ജീവൻ നൽകുന്ന ആത്മാവാണ്. ഞാൻ അവരിൽ ജീവൻ നൽകുന്നു. ഒരു വ്യത്യാസവുമില്ല അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത്. നിങ്ങൾ ജീവൻ മാത്രം നൽകുക. എന്തൊക്കെ നിങ്ങളുടെ വായിലൂടെ പുറപ്പെടുന്നുവോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് അത് ജീവൻ നൽകുവാനിടയാകും. പലപ്പോഴും എൻ്റെ മൂത്ത മകൻ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, മമ്മി ഇതെനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, എനിക്കിത് വളരെ ബുദ്ധിമുട്ടായി തോന്നുന്നു. ഞാൻ അവനോട് പറയാറുണ്ട്, നിന്റെ സ്കൂളിൽ ആരെങ്കിലും ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആവുകയാണെങ്കിൽ അത് നീ മാത്രമാണ്. ഞാനത് വീണ്ടും വീണ്ടും അവനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ ചെറിയ മകനോട് ഞാൻ പറയാറുണ്ട്, നീ നിന്റെ ക്ലാസ്സിൽ തലയാണ്, വാലല്ല.
ഞാൻ അങ്ങനെയാണ് എൻ്റെ ജീവന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ജീവൻ നിങ്ങൾ പറഞ്ഞത് അത് പ്രകടമായി അതെങ്ങനെയാണ് വരുന്നത് എന്ന്. എന്തുകൊണ്ടെന്നാൽ എൻ്റെയും നിങ്ങളുടെയും വചനം അത് ജീവനും ആത്മാവുമാണ്. ഈ സാക്ഷ്യം എൻ്റെ മകനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞു. പക്ഷെ വീണ്ടും നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എല്ലാവർക്കും ഉയർച്ച ഉണ്ടാകുവാനായിട്ട്. എൻ്റെ മകൻ വളർന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്കിങ്ങനെ തോന്നുമായിരുന്നു, എനിക്ക് അവനോട് കൂടെ കുറച്ച് ശക്തിയോടെ ഇടപെടണമെന്ന്. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൻ്റെ വളരെ സ്വാധീനത ഈ പ്രായത്തിൽ ഉണ്ടാവാറുണ്ട്. കുറച്ച് സമയത്തേക്ക് ഞാൻ ഒരുപാട് ശക്തിയോട് കൂടെ അവനോട് ഇടപെടാൻ തുടങ്ങി. ഈ വചനം എനിക്ക് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് ലഭിച്ചപ്പോൾ അതിൻ്റെ 54:13 ഈ വചനം എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനിടയായി. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് ആ സമാധാനം, അതിൻ്റെ അർത്ഥം അതൊരു ശരിയായ രീതി എന്നാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ശരിയായ രീതി ഉണ്ടാകും. അവരുടെ പഠനത്തിൽ സ്വർഗീയ പിതാവിൻ്റെ രീതി ഉണ്ടാവും. അവരുടെ ആരോഗ്യത്തിൽ സ്വർഗീയ പിതാവിൻ്റെ രീതി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ തീരുമാനമെടുത്തു. ഈ വചനം എൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞാൻ സ്വയം ശക്തി കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ നോക്കുകയില്ല. അവരെ സ്വാതന്ത്ര്യത്തോടെ വിടും. പിന്നെ ഞാൻ വചനത്തിൽ വിശ്രമിച്ചു. പിന്നെ എനിക്ക് കാണുവാൻ സാധിച്ചു, എൻ്റെ സ്വർഗീയ പിതാവ് അവരെ വിശുദ്ധരാക്കി എൻ്റെ മകനെ. അവനെ നല്ല കൂട്ടുകെട്ടിലേക്ക് കൊണ്ടുവന്നു. അവൻ്റെ ക്ലാസ്സിൽ അവൻ്റെ സ്കൂളിൽ, അവൻ്റെ ക്ലാസ്സിൽ, അവൻ്റെ പഠനത്തിൽ അവൻ നല്ല മാർക്ക് കൊണ്ടുവരുവാൻ തുടങ്ങി. അത് സ്പോർട്സിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും നടന്നത് എൻ്റെ എന്തെങ്കിലും പ്രവൃത്തികൾ മൂലമല്ലായിരുന്നു. എനിക്കിതിലൊരു പങ്കുമില്ലായിരുന്നു. എൻ്റെ സ്വർഗീയ പിതാവാണ് എനിക്ക് വേണ്ടി ഇത് ചെയ്തത്. ഇന്ന് അവൻ ടോപ്പ് 5-ലാണ്. 400 കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്ന് അവൻ്റെ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന. ഇത് ഒരു ട്യൂഷൻ ഇല്ലാതെയാണ്, അവൻ തന്നെത്താനാണ് പഠിക്കുന്നത്. ഇതെല്ലാം അവൻ്റെ അകത്ത് നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ മാറുന്നത്. ഞാൻ ആ നീതി പ്രവർത്തിക്കുന്ന, എൻ്റെ ബന്ധത്തിൽ പ്രവർത്തിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് കണ്ടു. എൻ്റെ കുഞ്ഞുമകന് വേണ്ടിയിട്ടും അവനെ കൊണ്ട് ഞാൻ ഇതേ സത്യത്തെ ഞാൻ പിടിച്ചുകൊണ്ടു. ഞാനിതിൽ വിശ്രമത്തിലായിരുന്നു. ഈ ലോകം എൻ്റെ മുകളിൽ ഒരു തിരിച്ചറിവിടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ കുഞ്ഞുമകൻ്റെ കുറിച്ചുള്ളതിൽ. എൻ്റെ കുഞ്ഞുമകൻ അവൻ സംസാരിക്കുന്നില്ല. എനിക്കറിയാമായിരുന്നു അവൻ സംസാരിക്കുന്നുവെന്ന്. പക്ഷേ മറ്റുള്ള കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് പോലെയല്ല. പക്ഷെ ലോകം അതിൻ്റെ തിരിച്ചറിവ് ഞങ്ങളുടെ മുകളിൽ ഇടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, അല്ല, എൻ്റെ കുഞ്ഞ് അവൻ സ്വർഗീയ പിതാവിനാൽ ഉപദേശിക്കപ്പെട്ടവനാകും. അതിൽ ഞാൻ വിശ്രമിക്കുക മാത്രം ചെയ്തു. എൻ്റെ ഭർത്താവ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാനൊരു ക്ലാസ് 5 ദിവസത്തേക്ക് കൂടാനിടയായി. പക്ഷേ ഇതൊന്നും എൻ്റെ ശക്തി കൊണ്ടല്ല. ഇന്ന് അവൻ യോഗ്യനാണ്. ആ സ്റ്റോറി ബുക്സ് വായിക്കാറുണ്ട്. ഇപ്പോൾ അവൻ 1 തൊട്ട് 100 വരെ തന്നെ എണ്ണാൻ അവനറിയാം. ഇതിൽ എൻ്റെ ഒരു കയ്യുമില്ല. സമ്പൂർണമായി സ്വർഗീയ പിതാവാണ് എൻ്റെ കുഞ്ഞിനെ പഠിപ്പിച്ചത്. ആമേൻ. യേശു ക്രിസ്തുവിൽ എന്നെ നിങ്ങളെ ഇരുത്തിയിരിക്കുകയാണ് വിശുദ്ധമായ സ്ഥാനത്ത്. നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും, ആലയത്തിൽ ഒരു സ്ഥാനമുണ്ട്, അതിവിശുദ്ധ സ്ഥലം. അവിടെ ഒരു അധ്വാനവുമില്ല, അവിടെ സമാധാനമാണ്. ആ സ്ഥാനത്തെ ആരും തൊടാൻ സാധിക്കില്ല. ആ സ്ഥാനത്താണ് എന്നെ നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത്. ആ അത്യുന്നതന്റെ മറവിൽ ഞാനും എന്നെയും നിങ്ങളെയും ഇരുത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് 91 സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ആ സ്ഥാനമാണ് അവിടെ ഞാനും നിങ്ങളും വാഴുകയാണ്. എൻ്റെ വലതുവശത്ത് 1000-ഉം എൻ്റെ ഇടതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് എന്നോടടുത്ത് വരികയില്ല. ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ഒരു മഹാരോഗവും എൻ്റെ ഭവനത്തോടടുത്ത് വരികയില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവർ നമ്മളെ സംരക്ഷിക്കുവാനിടയാകും. ഞാൻ ഈ വചനത്തെ, വാഗ്ദത്തങ്ങൾ എത്ര ജീവനുള്ളതായി എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുവാനിടയായി. ആ അത്ഭുതകരമായ ആ സുരക്ഷ, അത് വളരെ സാക്ഷ്യങ്ങൾ ഉണ്ടാകുവാനിടയായി എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. ഒരു ആഴ്ച ഞാൻ തിരഞ്ഞെടുത്തിരുന്നു. ആഴ്ചയിൽ എനിക്ക് പുറത്ത് ഭാരതത്തിന് വെളിയിൽ പോകണമായിരുന്നു, യാത്ര ചെയ്യണമായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ആക്കിയിട്ട് പോകണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഒരാഴ്ച തിരഞ്ഞെടുത്തു. എൻ്റെ ഏറ്റവും ചെറിയ മകൻ, അവനെ ഞാൻ ആഴ്ചയിൽ സ്കൂളിൽ അയച്ചില്ല.
ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കുവാനിടയായി, ആ ആഴ്ചയായിരുന്നു അവരുടെ സ്കൂളിൽ കൈയുടെയും കാലിൻ്റെയും അതുമായി ബന്ധപ്പെട്ട് മുഴുവൻ ബോംബെയിലും അത് വായുമായി ബന്ധപ്പെട്ട് എല്ലാ സ്കൂളിലും വ്യാപിച്ചിരുന്നു, എല്ലാ സ്കൂളിലും ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ അതെല്ലാം ശരിയായി തീരുവാനിടയായി. അതിനുശേഷമാണ് അവൻ സ്കൂളിൽ പോയത്. എനിക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിൽ അത് വളരെ അത്ഭുതകരമായ രീതിയിലുള്ള ഒരു സാക്ഷ്യമുണ്ടാക്കുവാനിടയാക്കി. പരിശുദ്ധാത്മാവ് ഒരു തീരുമാനമെടുക്കാൻ അവിടെ ആഴ്ചയിൽ സഹായിച്ചു. എൻ്റെ കുഞ്ഞിനെ സ്കൂളിലല്ല വീട്ടിൽ തന്നെ വെക്കുവാനിടയായി. വേറൊരു സാക്ഷ്യമുണ്ടായത്, എൻ്റെ ഏറ്റവും ചെറിയ കുഞ്ഞ്, അവൻ ഏറ്റവും ചെറുതായിരുന്നപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഞാൻ അവനെ കട്ടിലിൽ കിടത്തി ഞാൻ കുറച്ച് സമയത്തേക്ക് പുറത്തു പോകുവാനിടയായി. അപ്പോൾ ഞാൻ 4 സൈഡിലും തലയിണ വെച്ചിട്ടാണ് ഞാൻ പോയത്. ഞാൻ തിരിച്ചു വന്നപ്പോൾ അവൻ കരയുന്നതായിട്ട് ഞാൻ കേട്ടു. എനിക്ക് തോന്നി അവൻ കട്ടിലിൽ നിന്ന് താഴെ വീണിട്ടുണ്ടാകുമോ. ഞാൻ ഓടി വന്നപ്പോൾ അവൻ ഇരിക്കുകയായിരുന്നു, അവൻ കരയുകയായിരുന്നു അവിടെ താഴെ ഇരുന്നിട്ട്. ഞാൻ ചെന്നപ്പോൾ അവന് കട്ടിലിൽ നിന്ന് വീണതല്ല, പക്ഷെ അവൻ അവിടെ വീണിടത്ത് മുന്നമേ തന്നെ ഒരു പില്ലോ അവിടെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ വീണത് അതിൽ മറിഞ്ഞാണ്, ആ പില്ലോയിലാണ് വീണത്. എന്നും എനിക്ക് അറിയുകയില്ല ഇതെങ്ങനെയാണ് നടന്നതെന്ന്. ചിലപ്പോൾ അവന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാമായിരുന്നിരിക്കാം, പക്ഷേ അവനെ വളരെ സുരക്ഷിതമായി ഞാൻ അവിടെ കാണുവാനിടയായി. അതെങ്ങനെ എപ്പോഴാണ് സംഭവിച്ചെന്നാൽ 8-10 മാസമുള്ള സമയത്താണ്. ഇത്ര അത്ഭുതകരമായ സാക്ഷ്യങ്ങളെ എൻ്റെ കുടുംബത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ ഗവായിയാണ് എൻ്റെ കുഞ്ഞു ഇപ്പോഴത്തെ സാക്ഷ്യമാണ്. ഞാൻ എൻ്റെ കുഞ്ഞുമകളെ അവരുടെ നാനിയുടെ അടുത്ത് വിട്ടിട്ട് പോയി. ആ ദിവസമായിരുന്നു ഞങ്ങളുടെ CCTV ക്യാമറയും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. കുഞ്ഞിനെ നോക്കുന്ന ആളുടെ പേര് റിങ്കി എന്നാണ്. 2-3 പ്രാവശ്യം അവൾക്ക് അങ്ങനെ തോന്നി, അവളുടെ പേരാരോ വിളിക്കുന്നതായിട്ട് അവൾക്ക് തോന്നി. ഞാൻ ചിലപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് തോന്നി. അവൾ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും പേര് കേൾക്കുമ്പോൾ. ഞാൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. പക്ഷേ പിന്നീട് അവരെന്നോട് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. അതുകൊണ്ട് എത്ര മാതാപിതാക്കളുണ്ടോ, നിങ്ങൾ വിശ്രമത്തിലായിരിക്കുക. പിതാവ്, നമ്മുടെ സ്വർഗീയ പിതാവ്, അവൻ അറിയുന്നു എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമെന്ന്. നമ്മുടെ ഭർത്താവ് ഭാര്യയുടെയും രക്ഷ ചെയ്യുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഒന്നും അവനെ കഴിഞ്ഞും നന്നായിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല, ഒന്നിനും. ആമേൻ. ഞാൻ ഒരു വചനം മാത്രം വായിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനുശേഷം നമ്മൾക്ക് ഇവിടെ നിർത്താം. ഹെബ്രോൻ സാമ്പത്തിക മേഖലയെക്കുറിച്ച് സംസാരിച്ചു, ഗീതു ബന്ധങ്ങളെക്കുറിച്ച് സംസാരിച്ചു. രണ്ടിലും നമ്മൾക്ക് ഒരു കോമൺ കാര്യം നമുക്ക് കാണാൻ സാധിക്കും, സമാനത കാണാൻ സാധിക്കും. ഏറ്റവും ആദ്യത്തെ കാര്യം, പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത്? അവൻ സത്യത്തെ പ്രകടമാക്കും. പരിശുദ്ധാത്മാവ് ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നത് ശരിയായിരിക്കാം, പക്ഷെ ഒരു സമയത്തിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും, എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല? അതെന്തുകൊണ്ടെന്നാൽ സ്വർഗീയ രാജ്യം ഒരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വളരെ ആവശ്യമാണ് എല്ലാ പ്രാവശ്യവും നമ്മൾ പരിശുദ്ധാത്മാവുമായി ഒഴുകണമെന്നുള്ളത്. എപ്പോഴും അവനെ ഒഴുകാൻ അനുവദിക്കുക. പിന്നെ നമുക്ക് നമ്മളെ തന്നെ ആ നിരാശയുടെ സ്ഥാനത്ത് കാണുവാൻ നമ്മളിടയാകുകയില്ല. രണ്ടുപേരും എന്താണ് അവരുടെ ജീവിതത്തിൽ അവരെ തന്നെ വിശുദ്ധമാക്കി. ഹെബ്രോനെ കുറിച്ച് അവൻ്റെ ജോലിയുടെ കാര്യത്തിൽ വന്നപ്പോൾ അവൻ ധൈര്യത്തോടെ, സിംഹത്തെ പോലെ ധൈര്യത്തോടെ വിശുദ്ധമാക്കി. എനിക്ക് 100% വേണം, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അവൻ നിലനിന്നു. പിന്നെ അവരുടെ അടുത്ത് തിരിച്ചു വരുവേണ്ട. അതേപോലെ ഇതിൻ്റെ ജീവിതത്തിലും ഈ ലോകത്തിൽ ആളുകൾ അവരുടെ മക്കളെ വളർത്തുന്നത് ഒരേ രീതിയിലാണ്, പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എഴുതിയിരിക്കുകയാണ്, എൻ്റെ അവകാശം എന്ന് പറയുന്നത് എനിക്ക് യേശു ക്രിസ്തുവിൽ ലഭിച്ചത് എൻ്റെ മക്കളെ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായും. ഇത് അനുഗ്രഹമാണ്. എനിക്കിപ്പോൾ ചിന്തിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. എൻ്റെ ഭർത്താവ് ആരോടാണ്, അല്ല എൻ്റെ ഭാര്യ ആരോടാണ് സംസാരിക്കുന്നത്, എവിടെയാണ് പോകേണ്ടത്. ഈ നന്മ എന്ന് പറയുന്നത്, ഈ മേഖലയിൽ നമ്മൾ വന്നത്, ഇവിടെ സ്വർഗീയ പിതാവാണ് അത് വിശുദ്ധമാക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെല്ലാം അതാണ് നമ്മുടെ അവകാശം. ആദം, അവന് ഒരു പിതാവില്ല, അവന് ദൈവമാണുള്ളത്. എല്ലാവരും പഴയ നിയമത്തിൽ ബന്ധം വയ്ക്കുന്നത് അവർ ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. എല്ലാവർക്കും ചെയ്യാനുള്ളത് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാൻ വേണ്ടി ചെയ്യണമായിരുന്നു, ദൈവവും മനുഷ്യരും. പക്ഷെ ദൈവം കരുണയുള്ളവനായിരുന്നു. അതുകൊണ്ട് പഴയ നിയമത്തിൽ പുറത്ത് വരുവാൻ വേണ്ടി ഒരു സ്ഥലമുണ്ടായിരുന്നു, രക്തത്തിലൂടെയുള്ള സ്ഥാനം. പക്ഷെ എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള ബന്ധം പിതാവിൻ്റെയും പുത്രൻ്റെയുമാണ്. എത്ര അത്ഭുതകരമായ അവകാശമാണ് നീതിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്.
അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആ വേർപാടിൽ നമുക്ക് നമ്മളെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്നത്? ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടു. ഗീതു പറഞ്ഞു അവൾ അവരുടെ മക്കളോട് ഭയങ്കര ശക്തിയോടെ പ്രവർത്തിച്ചു. പിന്നെ അവൾ വചനം കണ്ടപ്പോൾ സത്യത്തിലൂടെ തന്നെത്താൻ വേർപെടുത്തി. ഇതേപോലെ ഹെബ്രോനും തന്നെത്താൻ വേർപെടുത്തിയപ്പോൾ, അവരവരെ സത്യത്തിലൂടെ വേർപെടുത്തിയപ്പോൾ ആ ജീവൻ അത് ഒഴുകുന്നതായി അവർക്ക് അവരുടെ എല്ലാ മേഖലയിലും കാണുവാനിടയായി, സാക്ഷ്യം ഉണ്ടാകുവാനിടയായി. ഞാനൊരു വചനം മാത്രം വായിക്കാൻ ആഗ്രഹിക്കുന്നു, യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നും അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യം വിട്ട്. അതിൻ്റെ അർത്ഥം എന്താണ് അഴുക്ക് എന്നുള്ളതിൻ്റെ? ഇത് നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. ആ കാര്യം നിങ്ങൾ ചെയ്യാൻ ഒരുക്കമാണ്, പക്ഷെ നിങ്ങൾ ചെയ്യുന്നില്ല. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ആ വചനത്തെ സ്വീകരിക്കണം. നിങ്ങളുടെ പ്രാണനെ രക്ഷിപ്പാൻ, ആത്മാക്കളെ രക്ഷിപ്പാൻ കഴിവുള്ളത്. ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നിങ്ങൾ ഉയർച്ച പ്രാപിക്കണം. അങ്ങനെയുള്ള ഉയർച്ച നിങ്ങളുടെ പ്രാണനും ഓരോ നിമിഷവും ആ ഉയർച്ച പ്രാപിക്കണം. നിങ്ങളുടെ പ്രാണൻ എങ്ങനെയാണ് ഉയർച്ച പ്രാപിക്കുന്നത്? പിതാവ് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ തിരിച്ചറിവിനെ കുറിച്ചുള്ളതിൽ ഏക മനസ്സോടെ, ഏക ചിന്തയോടെ ആയിരിക്കും. നിങ്ങൾ ആരാണെന്നും നിങ്ങൾ ആരുടേതാണെന്നും. ഇപ്പോൾ നിങ്ങൾ ആദമെന്നുള്ളതല്ല, നിങ്ങൾ പുത്രജാതിയാണ്. ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിലാണ്. ഞാൻ നിങ്ങളും ആദമിലല്ല. നമ്മൾ രക്തത്തിലൂടെയുള്ള സന്തതികളാണ്. നമുക്ക് വളരെ വലിയൊരു അവകാശമുണ്ട് യേശു ക്രിസ്തുവിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ സ്ഥാനത്ത് ഇനി ആദമിന് അധ്വാനിക്കേണ്ടതായിട്ടുണ്ട് അവന് വേണ്ടി. എന്തുകൊണ്ടെന്നാൽ അവൻ അനാഥനാണ്. പക്ഷെ എനിക്കും നിങ്ങൾക്കും പിതാവുണ്ട്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും സമാധാനത്തിലായിരിക്കുക. ഇതാണ് വിശ്രമം. മുന്നോട്ട് നോക്കുക. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തതുകൊണ്ട് തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. ആരെയാണ് ചതിക്കുന്നത്? ആരെ? തങ്ങളെ തന്നെ ചതിക്കുകയാണ്. അത് ഒരു ഭാരതീയൻ ശ്രീലങ്കയിലായിരിക്കുന്നത് പോലെയാണ്. ഭാരതീയൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ അവൻ തന്നെത്താനാണ് ചതിക്കുന്നത്. അവൻ്റെ എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെടുത്തും. എന്തുകൊണ്ടെന്നാൽ അവന് വേണ്ടിയുള്ള സർക്കാർ അത് വേറെയാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ മറന്നുപോയാൽ അവനൊന്നും പ്രാപിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഒരുത്തൻ വചനം കേൾക്കുന്നവൻ എങ്കിലും ഞാനും നിങ്ങളും കേൾക്കുന്നവരാണ്, അതിൽ ചെയ്യുന്നവൻ ഇതാണ്, മറന്നു പോകാതിരിക്കുന്നവരാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. ആ ആള് മറന്നു പോവുകയാണ് അവൻ ഭാരതീയനാണെന്ന്. ശ്രീലങ്കയിൽ സത്യത്തിൽ അവൻ ഭാരതീയനാണെന്നുള്ളത്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവർത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. ഇത് നമുക്ക് വീണ്ടും വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവർത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. യേശു ക്രിസ്തുവും ഈ കാര്യത്തിൽ എന്താണ് പറയുന്നത്? ആ മനുഷ്യനെ കുറിച്ച്, അവൻ്റെ വീട് പാറമേൽ വെക്കുന്നവൻ ഒരു വലിയ കൊടുങ്കാറ്റും മഴയും വന്നപ്പോൾ 2 വീടിൻ്റെ മേളിൽ വന്നു. പക്ഷെ രണ്ടിലും എന്തായിരുന്നു വ്യത്യാസം? ഒരാൾ കേൾക്കുന്നവരും അതിൽ സഞ്ചരിക്കുന്നവരുമായിരുന്നു. ഒരാൾ കേൾക്കുക മാത്രം ചെയ്യുന്നവനായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ വീട് വീണുപോയത്. മറ്റൊരു ആളുടേത് ഉറച്ചു നിന്നു. ഒരാൾ മരണം പ്രാപിച്ചു, മറ്റൊരാൾ ജീവൻ പ്രാപിക്കുവാനിടയായി. എത്ര പ്രിയപുത്രന്മാരുണ്ടോ? നമ്മൾക്കെല്ലാവർക്കും വേണ്ടി എല്ലാം വളരെ ലളിതമാണ്. സ്വർഗീയ പിതാവ് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് അവൻ എത്ര നല്ലവനാണ് എന്ന്. എന്തുകൊണ്ടെന്നാൽ സാത്താൻ ആ പ്രശ്നം കൊണ്ടുവരുവാനിടയായി. അവൻ എന്താണ് ചെയ്തത്? ദൈവത്തിന്റെ ചിത്രത്തെ നമ്മളുടെ കണ്ണിന് മുമ്പിൽ അവൻ തെറ്റായി ചിത്രീകരിച്ച് പ്രശ്നത്തെ കൊണ്ടുവന്നു. അതുകൊണ്ട് ക്രൂശ് നമ്മളെ എപ്പോഴും ഓർമ്മപ്പെടുത്തുകയാണ് സ്വർഗീയ പിതാവിൽ നിന്നുള്ളത്. എന്തൊക്കെയാണോ പിതാവിൽ നിന്ന് അല്ലാത്തത് എന്നും ഞാൻ എന്നെ തന്നെ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടതായി കാണുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ആ രക്തത്തിൻ്റെ ഓരോ അംശവും അതിൻ്റെ നന്മയും സ്വർഗീയ പിതാവ് കാണിക്കുവാൻ വേണ്ടി അവൻ നമ്മളെ എത്രയധികം സ്നേഹിക്കുന്നു എന്നുള്ളത്. എനിക്ക് എങ്ങനെയാണ് അത് പ്രാപിക്കാൻ സാധിക്കുന്ന നന്മ? എത്രയധികം നമ്മൾ എൻ്റെ തിരിച്ചറിവിനെ കുറിച്ചുള്ള ആ ചിന്തയിൽ സഞ്ചരിക്കുന്നുവോ? എല്ലാ വ്യാജവും ഈ ലോകത്തിന്റെ പ്രഭുവിനാൽ, ലോകത്തെ ആളുകളാൽ വിതയ്ക്കപ്പെടുന്നതിൽ വിശ്വസിക്കാതിരിക്കുക. ദൈവത്തിന്റെ ഒരു തെറ്റായ ചിത്രം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് അല്ല. നിങ്ങളിവിടെ വരുന്നത്, നിങ്ങൾ വിശുദ്ധീകരിക്കുകയാണ്, തന്നെ താൻ വേർപെടുത്തുകയാണ്. അതെ, എൻ്റെ സ്വർഗീയ പിതാവ് നല്ലവനാണ്.
അതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ദുഷ്ടൻ നിങ്ങളെ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കും. അവൻ പറയും ഇത് സാധാരണമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അതുകൊണ്ട് എന്നാൽ എത്രയധികം ശാപമുണ്ടോ അത് ആദമിലൂടെയാണ് വന്നത്. ഞാൻ അബ്രഹാമിന്റെ ജീവിതത്തിൽ കണ്ടപ്പോൾ ഞാൻ ആ നന്മകൾ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടു. ആരാണ് അവനെ അനുഗ്രഹിച്ചത്? ആ നീതിയാണ്. ആ നീതിയിലൂടെ ആ എല്ലാ ശാപവും വ്യഭിചാരമാണെങ്കിലും അതെല്ലാം പോകും. നിങ്ങൾ സമാധാനത്തിലായിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആ സ്വർഗീയ പിതാവാണ് നിങ്ങളുടെ ബന്ധത്തിൽ എല്ലാ ബന്ധത്തിലും എല്ലാ ബന്ധങ്ങളെ വിശുദ്ധമാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ആ നീതിയുടെ വരദാനം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ അതിൽ വിശ്രമത്തിലായിരിക്കുക. നമ്മൾ സത്യത്തിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ, ആ രീതിയിൽ നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ ലോകം സഞ്ചരിക്കുന്നത് പോലെ നമുക്ക് തോന്നും അത് നമുക്ക് സാധാരണമാണെന്ന്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും വിശുദ്ധരായി താൻ വേർപെടുത്തുക. ആ സത്യമാണ് നമ്മളെ വിശുദ്ധമാക്കുന്നത്. അതുകൊണ്ട് സത്യത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അവൻ നമ്മളെ എല്ലാ സത്യത്തിലും വഴി നടത്തും. സമയം വരുമ്പോൾ ആ സമയത്ത് നമ്മൾ മറന്നു പോകരുത് നമ്മൾ ആരാണ് എന്ന്. ഞാനിപ്പോൾ ആദമിൽ നിന്നുള്ളവനല്ല, ഞാൻ ക്രിസ്തുവിലാണ്. ഞാനൊരു സ്വർഗീയ ജാതിയാണ്. വരും, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥനയിലേക്ക് പോകാം. നിങ്ങൾ എന്നോട് കൂടെ ഏറ്റുപറയാം. നിങ്ങൾ പറയുക, പിതാവേ, ഞാൻ അങ്ങയുടെ രാജ്യത്തിൽ അങ്ങയുടെ പുത്രനാണ്. യേശു ക്രിസ്തു അങ്ങന്റെ മഹാപുരോഹിതനാണ്. ഈ സമയത്ത് ഞാൻ അങ്ങേക്ക് ആ ഉയർച്ചയുടെ 10% അർപ്പിക്കുകയാണ്. ആ അറിവിന്റെ വളർച്ച എൻ്റെ പ്രാണനിൽ സംഭവിച്ചത്. നിങ്ങൾ ആരൊക്കെ ഇത് കേൾക്കുന്നുവോ നിങ്ങൾ എന്നോട് കൂടെ നന്ദി അർപ്പിക്കുക. Just say, Jesus, I'm single-minded about who I am. I am a son of your blood. I'm born from above. I thank you, Holy Spirit. You're showing me truths in my life about who I am, and I rest in them. I thank you. I'm in another realm, and you are my Father. Amen.